കൊളാബ് വരെ ചോദിക്കും. ഇപ്പം എനിക്കതൊക്കെ ഭയങ്കര ചമ്മല. അപ്പോൾ ഇവർ ആ ഡ്രസ്സ് ഇടൂ, ഈ ഡ്രസ്സ് ഇടൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇത് ഇങ്ങനെ ചീത്തൊക്കെ പറയും. ഞാൻ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫീമെയിൽ ഫ്രണ്ട്? എല്ലാ സ്ത്രീകളുമായിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആകാൻ പറ്റും? ഇല്ലല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത എത്ര സ്ത്രീകളുണ്ടാവും. ഷർഫ് ഇംപ്രൂവൈസ് ചെയ്താണ് അത്. ഷോർട്ടിന് മുന്നേ പറയാം, ഞാനൊരു കാര്യം പറയും, നിനക്ക് എന്നെ ചിലപ്പോൾ തല്ലാൻ തോന്നും, അത് തല്ലിക്കോ. ആ ഒരു റിയാക്ഷൻ തന്നെ വന്നോളൂ എനിക്ക്. പക്ഷെ ബാക്കി എല്ലാവരും സെറ്റില് കട്ട് വിളിച്ചപ്പോഴത്തേക്ക് ചിരിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് അപ്പോഴും സിനിമയിൽ അഭിനയിച്ച് കഴിയുമ്പം ഇത്രയും ആൾക്കാര് നമ്മളെ തിരിച്ചറിയുക, എന്നാലും കുറെ പേർക്ക് അറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഇനിയിപ്പൊ ഇവളാരാ എന്നാണല്ലോ നമ്മുടെ മെയിൻ കമന്റ് ബോക്സ് തന്നെ, നീ ആ കേതാ അങ്ങനെ പറയുന്ന ആൾക്കാർ ഉണ്ടാവും. സിനിമയിൽ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. എന്താ ചേച്ചി ഒരു മിനിറ്റ്, എടാടാ സുന്ദരന്മാരെ ജിത്തു അങ്ങനെ ഒന്ന് പറഞ്ഞ സാധനമാണ്. സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. ജിത്തു പറഞ്ഞു, ഞാൻ ചെയ്തു. എല്ലാവരോടും ഒരേ ബഹുമാനം. പക്ഷെ അതിങ്ങനെ ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് അങ്ങനെയൊന്നും എന്നെ കൊണ്ട് നടക്കൂല. പിന്നെ എനിക്ക് അധികം എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഞാൻ അപ്പൊ പറയും. ഞാൻ ഭയങ്കര സ്റ്റേറ്റ് ഫോർവേഡ്. എനിക്ക് അതിനുള്ളൊരു പേടിയും ഇല്ല. അത് കഴിഞ്ഞാൽ എനിക്കൊരു പണി പോയാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിരിക്കും. ഇപ്പൊ മലയാള സിനിമ ഒരുപാട് മാറി. എനിക്ക് എപ്പോഴും തോന്നുന്നത്, എനിക്ക് തോന്നിയിട്ടുണ്ട് എഴുത്തായിട്ട് ഒരു ദാരിദ്ര്യം മലയാളത്തിനുണ്ടെന്ന്. 80s 90s സിനിമകളിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതില്ല തോന്നിയിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. മലയാള സിനിമയിൽ ആരൊക്കെയോ സെറ്റ് ചെയ്ത ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്. ആ സങ്കല്പങ്ങളെല്ലാം പൊളിച്ചെഴുതിയ, ആ ക്ലീശകളെല്ലാം ബ്രേക്ക് ചെയ്ത ഒരു അഭിനേത്രിയാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഓരോ തവണ ഇവരെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഒറിജിനലായി ഇരിക്കുന്നതാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന്. പൂജ മോഹൻരാജാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. താങ്ക് യു. ഓടി നടന്ന സിനിമകൾ ചെയ്യാന്നാണ് എല്ലാരും പറയുന്നത്. എല്ലാ നല്ല മലയാള സിനിമയുടെയും ഭാഗമാവുന്നുണ്ട്. എന്താണ് ഈ ഒരു സമയത്ത് തോന്നുന്നത്? അങ്ങനെ ഓടി നടന്ന് ഇപ്പൊ മഴയായതുകൊണ്ട് അധികം ഷൂട്ടൊന്നും നടക്കണില്ല. പക്ഷെ അല്ലാതെ ഭയങ്കര സന്തോഷമാണ് ചെയ്യാൻ പറ്റിയ സിനിമകളും. എന്താ വെച്ചാൽ ഇത് നമുക്കായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതല്ലല്ലോ സിനിമകളുടെ വിധിയും സിനിമകൾ നന്നാവുന്നതും ഒക്കെ. നമ്മളവിടെ പോയി അഭിനയിക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നല്ല ആൾക്കാരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പൂജയുടെ ഒരു ഫിലിമോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ചേച്ചി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ വാട്ട് എ ലിസ്റ്റ് പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ടേഴ്സ് കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് 4 വർഷം കൊണ്ട് കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിന് അത്രയധികം സിനിമകൾ. അത് പോലീസ് ക്യാരക്ടറായിട്ട് വന്നു. ഇപ്പൊ ലാസ്റ്റ് പടക്കളത്തില് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭാര്യയുടെ സീൻ വന്നു. സൂക്ഷ്മദർശിനിയിലൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കും ഇതുപോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെങ്കിലോ. ആവേശത്തിലാണെങ്കിൽ ഫഹദ് ഫാസിലിനോടൊപ്പം പോകുന്ന ഒരു ക്യാരക്ടർ. കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സ്ത്രീകൾ പൊതുവെ മലയാള സിനിമയിൽ കുറവാണ്. അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് ഇമോഷൻസും സിനിമയിൽ പോർട്രേ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച ഒരു ജേണി ഉണ്ടാവില്ലേ, ആ ഒരു പൂജയും ഈ ഒരു പൂജയും തമ്മിലുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? ജേണി എന്താ വെച്ചാൽ ഞാൻ പഠിച്ചതും ഇതൊക്കെ തന്നെയാണ്. ഞാൻ തിയേറ്റർ ആയിരുന്നു. അപ്പൊ നമ്മള് ത്രൂ ഔട്ട് ഇതൊരു 10 വയസ്സുള്ളപ്പോ തൊട്ട് അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ മീഡിയം വ്യത്യാസം വന്നേ ഉള്ളൂ. പക്ഷെ സിനിമയിൽ അഭിനയിച്ച് കഴിയുമ്പം ഈ അഭിനയം മാത്രമല്ല, അതിന്റെ കൂടെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ഇത്രയും ആൾക്കാര് നമ്മളെ തിരിച്ചറിയുക, എന്നാലും കുറെ പേർക്ക് അറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഇനിയിപ്പൊ ഇവളാരാ എന്നാണല്ലോ നമ്മുടെ മെയിൻ കമന്റ് ബോക്സ് തന്നെ, നീ ആ കേതാ അങ്ങനെ പറയുന്ന ആൾക്കാർ ഉണ്ടാവും. പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കര, ഇപ്പോൾ റാൻഡംലി ഒരാൾ വന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ ചോദിക്കുക. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ഈ ഒരു ആസ്പെക്റ്റ് ഡീൽ ചെയ്യുക. ഞാനൊക്കെ ചിലപ്പോൾ കൂട്ടുകാരായിട്ടൊക്കെ പുറത്തു പോകുമ്പോൾ എന്തൊക്കെയോ കോമാളിത്തരം കാണിച്ചൊക്കെ നടക്കുമായിരിക്കും. പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂട്ടുകാരികളോടൊപ്പം ചെയ്തത് കണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഇനി കോൺഷ്യസ് അങ്ങനത്തെ ഒരു വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മീൻസ് ആൾക്കാർ കുറച്ചും കൂടെ നമ്മൾ ഇങ്ങനെ നോക്കുന്നു, ശ്രദ്ധിക്കുന്നു.
ഇപ്പം നടക്കുമ്പോൾ ആവേശത്തിലെ ചേച്ചി അങ്ങനെയൊക്കെ പുറകിൽ നിന്ന് പറയുന്നത് കേൾക്കാം. ആദ്യമൊക്കെ ഇച്ചിരി ഓക്വേർഡായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അത്ര അങ്ങോട്ട് എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളല്ല, ആംബിവേർട്ടാണ്. അങ്ങനെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആരൊക്കെയോ എന്നെ നോക്കുന്നു, അങ്ങനത്തെ ഒരു ടെൻഷനാണ് ശരിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവർക്ക് എന്തൊരു ജാടയാ. പക്ഷെ പ്രാവശ്യം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? അത് സ്ഥിരം നടക്കുക. പിന്നെ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പം. പക്ഷെ ഇപ്പൊ അത് കുറെയൊക്കെ കംഫർട്ടബിൾ ആയി തുടങ്ങി. അതും നല്ല കാര്യമാണല്ലോ. ഇപ്പൊ ആൾക്കാരെ നമ്മൾ ഓർക്കാന്നുള്ളതാണല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ്. സിനിമയിൽ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. തിയേറ്ററിൽ നിന്ന് വന്ന ഒരാളാണ്, ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. നമ്മൾ നോർമലി നാടകം എന്നൊക്കെ പറയുമ്പോൾ ഒരു 2 മണിക്കൂർ അല്ല അതിനേക്കാൾ കൂടുതൽ ലൈവ് പെർഫോമൻസ് ചെയ്യണം. പക്ഷെ സിനിമയിലാണെങ്കിൽ നമ്മൾ ഈ കട്ടിങ് എഡിറ്റിംഗ് നമുക്ക് കുറച്ചുകൂടി അത് ചെയ്ത് വലിപ്പിക്കാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ റീടേക്ക് എടുത്ത് അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട്. അപ്പോ നാടകം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇമോഷൻസ് കൺവേ ചെയ്യാൻ എളുപ്പമാണ് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി അങ്ങനെ ഇല്ല. എനിക്ക് തോന്നുന്നു സിനിമയിൽ വലിപ്പിക്കാൻ പറ്റുന്ന സമയം കുറവാണ് ആക്ച്വലി. ഈ കട്ടിങ്ങിലും എഡിറ്റിങ്ങിലും നമ്മൾ ഇരിക്കുന്നില്ലല്ലോ. നമുക്ക് കിട്ടുന്ന ഒരു സമയത്തെ നമ്മൾ അഭിനയിക്കുന്നുള്ളൂ. അപ്പൊ അതും ചിലപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ടേക്ക് ഒന്നും ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നുവെച്ചാൽ കുറെ പേരുണ്ടാവും ഒരു സീനിൽ. അപ്പൊ അതിലെല്ലാവരും മെജോറിറ്റി ആൾക്കാർ നന്നായ ഒരു സീനായിരിക്കും അവരെടുത്ത് വെക്കുന്നത്. അതിൽ ചിലപ്പോൾ നമ്മൾ അത്ര ഓക്കെ ആയിരിക്കണം എന്നില്ല. അത് ചിലപ്പോൾ നമ്മുടെ തലയിലുള്ള ചിന്തയും ആയിരിക്കാം. എന്താ വെച്ചാൽ നമ്മളെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷെ ഒരു സംവിധായകനോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ ആ സിനിമേനെ മൊത്തത്തിൽ നോക്കി കാണുന്ന ആൾക്കാർക്ക് ആ ഒരു കാര്യത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ടാവുള്ളൂ. തിയേറ്റർ ആകുമ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേജിൽ കയറി അത് 2 മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടുകയാണ്. ആ സമയത്ത് സംവിധായകനോ അല്ലാണ്ട് വേറൊരാൾക്കും ഒരു പവറും ഇല്ല കയറി വന്ന് നമ്മളെ തിരുത്താനൊന്നും. നമ്മൾ ചെയ്തതാണ് ഇത്. അവിടെ അതൊരു ആക്ടേഴ്സ് മീഡിയ ആണ് തിയേറ്റർ. പക്ഷെ സിനിമ ഒരു ആക്ടേഴ്സ് മീഡിയ അല്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. കുറച്ചുകൂടി അപ്പൊ ഇഷ്ടം ഒരു തിയേറ്റർ വർക്ക് ചെയ്യാനാണോ? എനിക്ക് അങ്ങനത്തെ ഒരു വ്യത്യാസമില്ല. എന്താ വെച്ചാൽ എനിക്ക് അഭിനയിക്കുകയാണ് മെയിൻ. അഭിനയിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ നല്ല നല്ല മനുഷ്യന്മാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും രസം. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള കോ ആക്ടറായിട്ടുള്ളൊരു എനർജി ആ സമയത്ത് ചിലപ്പോൾ സ്ക്രീനിൽ കാട്ടി കൂടുതൽ മാജിക് ആ ഓൺ ദ മൊമെന്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ആ മൊമെന്റിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇപ്പോഴായാലും ആളുകള് നമ്മളിപ്പോ ഓൺലൈൻ മീഡിയാസ് ആയാലും ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നടന്നു വരുമ്പോ ആവേശത്തില് ചേച്ചി വരുന്നു, ആ രീതിയിലാണ് ഇപ്പോഴും. ആവേശത്തിലെ ആ ഒരു ക്യാരക്ടർ അത്രയും ആളുകളുടെ മനസ്സിൽ പതിഞ്ഞൊരു ക്യാരക്ടറാണ്. ഒരു ഡയലോഗില്ലേ, എടാ സുന്ദരന്മാര് ഒന്ന് പറയോ അത്? എടാ സുന്ദരന്മാര്. ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ആ ഒരു സിനിമയിൽ അത്ര അധികം ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ല. ആകെ നിങ്ങൾ ആ ഒരു സമയത്ത് വരുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ആ ഒരു ചെറിയ സമയം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. ഫഹദ് ഫാസിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ ചേച്ചിയുടെ ഒരു വിളയാട്ടമായിരുന്നു. ഇപ്പോഴായാലും അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അതായിരുന്നു. ഒത്തിരി എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു അത്. പിന്നെ എനിക്ക് തോന്നുന്നു ആവേശത്തിന്റെ പ്രത്യേകത അഗെയിൻ ഇസ് ബിക്കോസ് ആവേശം ഈ ഫഹദ് ഫാസിൽ എന്നൊരു നടന്റെ ഒരു സിനിമ ആയതുകൊണ്ടും അതിന്റെ ആ സിനിമയുടെ ഒരു ആഹ്ലാദം ഉണ്ടല്ലോ. ഇപ്പൊ ചോട്ടാ മുമ്പേ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം കഴിഞ്ഞ് ഇത് റിലീസ് ആയാലും ആൾക്കാർ പോയി ഡാൻസ് കളിക്കും. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഓരോ സിനിമയ്ക്കും ഓരോ ഉദ്ദേശം ഉണ്ടല്ലോ. കംപ്ലീറ്റ് എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയാണ് ആവേശം. അത് കുറേ പേര് കണ്ടു. ഇപ്പൊ ഞാൻ തഞ്ചാവൂർ അമ്പലത്തിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു സാധാരണ തമിഴന്മാര്, നമ്മള് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല, അവിടുത്തെ കടയിലൊക്കെയുള്ള ചേട്ടന്മാര് വന്നിട്ട് നീങ്ക ആവേശത്തിലെ ചേച്ചി താനേ അങ്ങനെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. അത് എനിക്കൊന്നു ആ സിനിമ അത്രയും ആൾക്കാർ കണ്ടതിന്റെ ഇമ്പാക്റ്റും കൂടിയാണ്. ചിലപ്പോൾ ഞാൻ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമ അതായിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ സിനിമ അത്രയും പേര് കണ്ടു, ഇങ്ങനെ ആൾക്കാർ കാണുന്ന സിനിമയുടെ ഭാഗമാകാൻ പറ്റി. അതുകൊണ്ടാണ് എനിക്ക് ആ വിസിബിലിറ്റി കിട്ടിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഫഹദിനോടുള്ള ആൾക്കാർക്കുള്ള സ്നേഹമുണ്ടല്ലോ. ഇപ്പൊ ബോംബെയിലൊക്കെ എൻ്റെ കുറെ ഈ തിയേറ്ററായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ എല്ലാ ഫഹദ് ഫാസിൽ സിനിമയും കാണും. ഇറങ്ങി കഴിഞ്ഞാൽ അത് അവരുടെ ഒരു സ്റ്റഡി മെറ്റീരിയൽ പോലെയാ. അപ്പൊ ഇവര് മറ്റേ എടാ മോനെ ടീഷർട്ടൊക്കെ മേടിച്ചിട്ട് നടക്കുന്നു,
ബർത്ത്ഡേക്കൊക്കെ ഇലൂമിനാറ്റി ഒക്കെയാണ് തീം സോങ് ഒക്കെ ആയിട്ട് പ്ലേ, അങ്ങനെയൊക്കെ പാർട്ടീസൊക്കെ. അപ്പോൾ അത് ആ ഒരു നടനോടുള്ള ഇഷ്ടം കാരണം നമുക്ക് അതിൻ്റെ ഒരു ഇഷ്ടം കുറച്ച് കിട്ടിയെന്നുള്ളതാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഫഹദ് ഫാസിൽ ഒരുപാട് റേഞ്ച് ഓഫ് റോൾസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതില് ജിത്തു മാധവൻ പറഞ്ഞത് റീഇൻട്രൊഡ്യൂസിങ് ഫാഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പുള്ളി വേറെ രീതിയിലുള്ള ഒരു ഫഹദ് ഫാസിലിനെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ കൂടെ അഭിനയിച്ചപ്പോ എന്തായിരുന്നു ചേച്ചി ഈ കൂടെ അഭിനയിക്കുമ്പോൾ പുള്ളിക്കാരൻ അങ്ങനത്തെ ഭയങ്കരമായ നടനാണെന്നുള്ളൊരു എനർജി ഒന്നും ഇല്ല പുള്ളിക്കാരന്. പുള്ളിക്കാരുടെ പണിയെടുക്കുന്നു പോകുന്നു, അല്ലാതെ ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് അല്ല. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർസിനെ കാണുമ്പോൾ ഒരു ഓറ മറ്റേ അങ്ങനെയൊക്കെ തോന്നില്ല, അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടൊരു വ്യക്തി. അയാൾ വരുന്നു, അയാൾ ചെയ്യുന്ന ജോലി നന്നായിട്ട് ചെയ്യുന്നു, അയാൾ പോകുന്നു. വേറെ അതിൻ്റെ ഇടയ്ക്കൊരു എന്താ പറയാ അനാവശ്യമായ സംസാരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര അക്കോമഡേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഒരു നമുക്കിങ്ങനെ അയ്യോ ഫഹദ് ഫാസിൽ അങ്ങനെയൊന്നും തോന്നില്ല. നമുക്ക് ബാക്കി എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു, അത് പുള്ളിക്കാരൻ്റെ ഒരു രീതി ആയിരിക്കാം. അത് ഭയങ്കര കംഫർട്ടബിൾ ആക്കും നമ്മളെ എല്ലാവരും തന്നെ. ഇപ്പൊ ആവേശം പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സൂക്ഷ്മദർശിനിയിലാണ്. അത് കുറച്ചും കൂടി പെർഫോം ചെയ്യാനുള്ള ഒരു സമയം കിട്ടി. നമ്മളിങ്ങനെ ആലോചിക്കും, 4 പെമ്പിള്ളേര് വന്നു, ഒരു ക്രൈം കണ്ടുപിടിക്കുന്നു, അവര് അതായത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഫ്രണ്ട്സ് തമ്മിൽ ചെറുതായിട്ടാണെങ്കിലും ഒരുമിച്ച് നിന്ന് ഒരു ചെറിയ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്? അതെനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ഇതില് ഇങ്ങനെ, എനിക്കൊന്ന് സ്ത്രീകൾക്ക് ഭയങ്കര ഒബ്സസീവ് ആയിട്ടുള്ള ഒരു നേച്ചറുണ്ട്. ഒരു ഹുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ അന്വേഷിച്ചു പോവും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അത് ചെറിയ കാര്യമാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് അതങ്ങനെ സ്പെസിഫിക് ആയിട്ട് വലുതായിട്ടുള്ള ഒരു പരിപാടി ഒന്നുമല്ല. അപ്പൊ നമ്മളൊരു ന്യൂസ് കേട്ടു, അത് ശരിയാണോ തെറ്റാണോ, അപ്പം നമ്മൾ ഇപ്പുറത്ത് അന്വേഷിക്കും അപ്പുറത്ത് അന്വേഷിക്കും, ഇങ്ങനെ എല്ലാവരുടെയും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അപ്പൊ ഇതാണ് കൺക്ലൂഷനിലെത്തില്ല, അപ്പൊ എങ്ങനെയായിരുന്നല്ലേ എന്നുള്ള സാധനത്തിലോട്ടൊക്കെ എത്തുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺപിള്ളേരെ കാണുമ്പോ ഒക്കെ എനിക്ക് വയസ്സായിട്ടില്ല ഞാൻ പറയുന്നത്, അല്ല മൊത്തത്തിൽ ഇപ്പൊ ഒരു പെൺപിള്ളേരുടെ ഒരു വൈബ് ഭയങ്കര അടിപൊളിയാ. അപ്പൊ നമ്മൾ കുറെ പരിപാടിക്കൊക്കെ ഞാനൊക്കെ പോകുമ്പോ ചില ജഡ്ജ് ചെയ്യാൻ പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് അങ്ങനെയൊക്കെ പോകുമ്പോ ഈ പെൺകുട്ടികൾ വൻ പവറാണ്, ഫുൾ പവർ അവരുടെ സംസാരവും രീതികളും ഒക്കെ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു സിനിമയിലൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് സ്ലോലി വരുന്നുമുണ്ട്. അപ്പൊ സൂക്ഷ്മദർശിനി അതൊക്കെ കൊണ്ടായിരിക്കാം റിലേറ്റബിൾ ആവണ തോന്നുന്നു. ഇപ്പൊ സൂക്ഷ്മദർശിനിയില് പറയുന്നത് ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടന്റ് കൂടി ആ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. അത്രയധികം സിനിമകളൊന്നും, ഇപ്പൊ നോട്ട്ബുക്ക് പോലത്തെ ഒരു സിനിമ നമ്മൾ എപ്പോഴും ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എടുത്ത് പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ എല്ലാരും നമ്മള് റീൽസിലായാലും വരുന്നത് സൂക്ഷ്മദർശിനിയിലെ ഫ്രണ്ട്ഷിപ്പാണ്. എന്തുടായ്പുണ്ടെങ്കിലും നമ്മള് കൂടെ ഒരുമിച്ച് ഉണ്ടാവും എന്നുള്ളത്. അങ്ങനത്തെ നല്ല ഫ്രണ്ട്സ് ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ട്. അതാണ് ഏറ്റവും മെയിൻ. അതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്ത്. എന്ന് വെച്ചാൽ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടായത്. എന്ന് വെച്ചാൽ ഞാനൊക്കെ ചെറുപ്പത്തില് ഒരു ടോം ബോയ് കൈൻഡ് ഓഫ് പേഴ്സണായിരുന്നു. കുറെ ചെക്കന്മാരും നമ്മള് ഓടിക്കളിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ. അത് പതുക്കെയാണ് ലേറ്റ് 20s ഒക്കെ എത്തിയപ്പോഴാണ് നല്ല രസമുള്ള സ്ത്രീ സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായി. പിന്നെ ഇപ്പൊ മെയിൻലി അങ്ങനെയാ വിളിക്കുന്നത്, മൊത്തം വിളിച്ച് ഒരു സങ്കടം പറയാനും. എന്നുവെച്ചാൽ അവർക്കായിരിക്കും നമ്മളെ ഏറ്റവും നല്ലോണം മനസ്സിലാവുന്നതും. ചിലപ്പം ഈ ആണുങ്ങൾക്ക് മനസ്സിലാവില്ല എന്നല്ല, അവർക്ക് മനസ്സിലാകുന്ന രീതി വേറെ രീതിയിലായിരിക്കും. അപ്പം അങ്ങനെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഭാര്യമാരൊക്കെ ഉണ്ട്, നമ്മൾ ഭയങ്കര കമ്പനിയായ എന്റെ ചെക്കന്മാരായിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഭാര്യമാരൊക്കെ. അപ്പൊ നമ്മള് തമ്മിൽ ഭയങ്കര പുതിയതായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അവര് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. ഇപ്പം എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ വന്നാൽ നീ എന്തിനാ ആദിട്ടെ, അല്ലെങ്കിൽ നീ എന്താ മല്ലികയ്ക്ക് മുടി ചീക്കാത്തെ, മറ്റേ അങ്ങനെ വേറെ ഇങ്ങനെ എടുത്ത് എന്നാ നീ അടുത്തതിന് ഇത് പോവും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചിലപ്പോ കൊളാബ് വരെ അവര് ചോദിക്കും,
ഇപ്പൊ എനിക്കതൊക്കെ ഭയങ്കര ചമ്മല. അപ്പൊ ഇവര് ആ ഡ്രസ്സ് ഇടൂ, ഈ ഡ്രസ്സ് ഇടൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇത് ഇങ്ങനെ ചീത്തൊക്കെ പറയും. പക്ഷെ അത് വേറെ തന്നെ ഒരു രസമാണത്. അതൊരിക്കലും ഞാൻ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ജഡ്ജ്മെന്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇതാക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ. ശരിക്കും ഒരു സ്ത്രീകളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്? ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. ഞങ്ങള് എന്താ വെച്ചാല് എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഈ ഒരു ജനറൽ ഒരു ചിന്തയാണല്ലോ, സ്ത്രീകൾ ഒരുമിച്ച് വന്നാൽ അടിയാണ്. മാത്രമേ പറയുള്ളൂ. പക്ഷെ ഈ ആണുങ്ങളോട് ഇരുന്നിട്ടുണ്ടോ എന്തോരം കുറ്റം പറയും അവര്. ഞാൻ പറയും ഇത് അവൾ അത് ചെയ്തു, അവൾ അപ്പുറത്തെ ഇതാണ്, അവള് മറ്റവന്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ കഥ കേൾക്കുന്നത് ഈ ആണുങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോഴാണ്. പക്ഷെ എന്തോ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടാക്കി പോയി. അതും ഒരു കണ്ടീഷനിങ് ആണെന്ന് തോന്നുന്നു. പക്ഷെ സ്ത്രീകള് ഒരുമിച്ച് വന്നാൽ അത്രയും രസമാണ്, അത്രയും രസകരമായിട്ടുള്ള, അത്രയും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവുന്നത് സ്ത്രീ സൗഹൃദങ്ങളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ജനറൽ എസ്തെറ്റിക്സ് മാച്ച് ചെയ്യുന്നു, ഒരു എനർജിയും വൈബും ഒക്കെ. അപ്പൊ എന്ത് വന്നാലും ആദ്യം ഓടും. എനിക്ക് ഓരോ സ്ഥലത്തുണ്ട്, ഈ സ്പ്രെഡ് ഔട്ടാണ് എൻ്റെ സ്ത്രീ സൗഹൃദങ്ങൾ. ഇപ്പൊ ഒരാൾ ഹൈദരാബാദിലുണ്ട്, കുറച്ചുപേര് ബാംഗ്ലൂരുണ്ട്. അപ്പൊ ഇവരിവിടെ ഇല്ലാത്തതിന്റെ സങ്കടമുണ്ട്. അതേസമയത്ത് സിനിമയിലും ഉണ്ട് ചില ആൾക്കാർ, അപ്പൊ വിളിക്കും. ആൾക്കാർ വിചാരിക്കും അസൂയ, കുശുമ്പ് അങ്ങനെയാണ്. അല്ല, ചിലപ്പോൾ ചിലത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതും ഇൻഡസ്ട്രിയിലെ കുറെ ആക്ടേഴ്സ് മെസ്സേജ് ചെയ്തിട്ടൊക്കെയാണ് പറയാറ്. ഞാൻ ഇതുവരെ കാണാത്ത, ഇന്ററാക്ട് ചെയ്യാത്ത ആൾക്കാർ വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലിജോ മോളാണെങ്കിലും, ഇപ്പം ചിന്നു, ദിവ്യപ്രഭ, അല്ലെങ്കിൽ കനിയൊക്കെ ചിലപ്പോൾ റാൻഡംലി ഒരു ദിവസം രാവിലെ വിളിക്കും, സുഷ്മ നീ അത് ചെയ്തില്ല, അത് ഞാനത് കുറേ പ്രാവശ്യം കണ്ടു. അവർക്ക് എന്നിട്ട് അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മെയിൽ ആക്ടറിന്റെ അടുത്തൊന്നും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരിങ്ങനെ സ്പെഷ്യലായിട്ട് എഫേർട്ട് എടുത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കും, അങ്ങനെ ഓരോ മൊമെന്റ്സ് ആയിട്ടൊക്കെ പറയും. അത് ഭയങ്കര രസമാണ്. ആൾക്കാർ ജനറലി ചിന്തിക്കില്ല ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആണുങ്ങളുടെ ഇടയിലുള്ള പോലെ തന്നെ അല്ലാത്ത പ്രശ്നങ്ങൾ സ്ത്രീകൾ തമ്മിൽ ഉണ്ടാവുക. എല്ലാ സ്ത്രീകളുമായിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആകാൻ പറ്റും ഇല്ലല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത എത്ര സ്ത്രീകളുണ്ടാവും, അതേപോലെ ഇഷ്ടമുള്ള ഒത്തിരി സ്ത്രീകളുണ്ടാവും. അത്രേ ഉള്ളൂ. ഇപ്പോ അഭിനയിക്കുന്ന ഒരു പൂജേനെ നമുക്കറിയാം. ഈ അഭിനയമല്ലാതെ വേറെ ഈ സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ പാട്ടെഴുത്ത് അങ്ങനത്തെ എന്തെങ്കിലും മേഖലകളുണ്ടോ? ഒരു നാടകം, തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടായി വന്നതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പം ഇങ്ങനെ ചുമ്മാ എഴുതും എന്നല്ലാതെ അങ്ങനെ അതൊരു കോൺക്രീറ്റ് പരിപാടി ഇതൊന്നുമില്ല. ഞാൻ ചെറുപ്പം തൊട്ടേ എന്തെങ്കിലുമൊക്കെ എഴുതും. ലൈക് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ എഴുതും. പിന്നെ ഇടയ്ക്കൊരു സമയത്ത് ഒന്നൊന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കോവിഡ് സമയത്തൊക്കെ പിന്നെയും വീട്ടിൽ വെറുതെ ഇരിക്കില്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ എഴുതി ഇതാക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ അത് കുറച്ച് കുറഞ്ഞു. ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്. അല്ലാതെ എന്താ പറയാ, അതൊക്കെ തന്നെ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഇത് കുറെ ഇത് തന്നെയായിരുന്നു ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹോബി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടക ക്ലാസ്സിൽ പോകാന്നുള്ളത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബിയായിരുന്നു. പിന്നെ അതൊരു സീരിയസ് പരിപാടിയിലോട്ട് മാറി. അപ്പൊ പിന്നെ അതന്നെ പഠിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്ലീഷേ ബ്രേക്ക് ചെയ്ത ഒരു അഭിനേത്രിയാണ്. ഞാൻ ഒരു പ്ലസ് സൈസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ സ്ക്രീനിൽ വരുമ്പോ എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് വണ്ണം കുറച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു, ഞാൻ ജിമ്മിൽ പോയിക്കൂടെ സൂര്യ, ഞാൻ എന്റെ ഒരു ബോഡിയിൽ ഓക്കെയാണ്, കംഫർട്ടാണ്. പക്ഷെ ആളുകൾക്ക് അത് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സിനിമയിലെ സ്ത്രീകൾ നമ്മൾ പണ്ട് കാലത്ത് വളരെയധികം അവര് സെറ്റ് ചെയ്ത ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് കാണുമ്പോ ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയാലും മെയിൽ ക്യാരക്ടേഴ്സ് ആയാലും ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിന് നോക്കുന്നില്ല. അഭിനയിക്കാൻ അറിയോ, അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം നോക്കുന്നുള്ളൂ. നമ്മളായിട്ട് ഇരുന്നാ മതി എന്ന രീതിയിലായിരുന്നു. അപ്പോ പൂജ ഇതുപോലെ വന്നപ്പോ ഏതെങ്കിലും രീതിയിൽ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എനിക്ക് സിനിമയിലുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ വെച്ചാല് ഞാൻ എന്റെ ബോഡി കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിൽ മാറിയിട്ടുണ്ട് കുറെ. വരുന്ന സമയത്ത് സിനിമ എടുത്ത് നോക്കുമ്പോൾ അത്ര തടിയില്ല. പിന്നെ ആക്ച്വലി ഒരു പ്രോജക്റ്റിന് വേണ്ടി കുറച്ചധികം കൂട്ടിയായിരുന്നു, അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതൊരു വെബ് സീരീസ് ആയിരുന്നു. അപ്പൊ
ആ സമയത്ത് ഞാൻ സ്ഥിരം ജിമ്മിൽ തന്നെ പെറ്റ് കിടക്കുക. എന്ന് വെച്ചാൽ അതിൽ കുറേ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ള ഒരു ഹിന്ദിയിലുള്ള ഒരു വെബ് സീരീസാണ്. അത് വലിപ്പം വേണം എന്നുള്ളതാണ് ആ ക്യാരക്ടറിന്റെ റിക്വയർമെന്റ്. അതേ സമയത്ത് അജൈലും ആയിരിക്കണം, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫേസ് ആണ് ഈ ആൾക്കാരിങ്ങനെ തടി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന സമയം. പിന്നെ അത് വിചാരിച്ച പേസിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു ഇല്ല. അതൊരു ഫീമെയിൽ ബോഡി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് പിന്നെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, മീൻസ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. അത് എനിക്ക് സൗന്ദര്യം ഇല്ല എന്ന് തോന്നിയിട്ടല്ല, അത് നമുക്ക് കുറച്ചും കൂടെ ഫിസിക്കലി ഒരു ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ എന്റെ വിചാരം ഞാൻ എല്ലാ സൈസിലും ഓക്കെ ആണെന്നാണ്. എനിക്കങ്ങനെ എന്നെ കാണാൻ ഭംഗിയില്ല എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. എനിക്ക് അത്യാവശ്യത്തിനുള്ള സൗന്ദര്യം കൊണ്ട് ഞാൻ വിചാരിക്കണം. അതിപ്പോ ആര് പറഞ്ഞാലും എനിക്കത് എഫക്റ്റ് ആവുകയും ചെയ്യില്ല. പിന്നെ പണ്ടത്തെ സൗന്ദര്യ സങ്കല്പം നമ്മുടെ ജയഭാരതി ചേച്ചിയും ശീലാമ്മയൊക്കെ ആയിരുന്നു. അവരൊന്നും ഇങ്ങനെ പ്ലസ് സൈസോ മീൻസ് ഈ സൈസ് 0 ഒന്നും അല്ലല്ലോ. ഇത് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് എന്തും പറയാം, പക്ഷെ നമ്മള് എങ്ങനെ കംഫർട്ടബിൾ ആവാന്നുള്ളതും ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഇത് അഫക്റ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പുറത്തുള്ള ആൾക്കാരെ കാട്ടി നമുക്ക് വീട്ടിന്റെ ഉള്ളിലുള്ള ആൾക്കാരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ തലതിന്നെ. അയ്യോ എന്താ അത്, എന്റെ മൂക്ക് മാത്രം തടി, എന്റെ ഇത്. പ്ലസ് അവരും ഈ സോഷ്യൽ മീഡിയയിൽ എഴുതിയിടുന്ന ആൾക്കാരെയൊക്കെ ആ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അവർക്കും ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നുണ്ടാവുക. പക്ഷെ അല്ല, ഇപ്പത്തെ എന്റെ മൂഡ് എന്ന് പറഞ്ഞാല് ഇതൊക്കെ എത്ര ശ്രദ്ധിക്കാൻ പറ്റും. എനിക്കിഷ്ടമുള്ള ഫോട്ടോസ് ഞാൻ ഇടും, അല്ലെങ്കിൽ എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കുക. അല്ലെങ്കിൽ എന്റെ ഒരു പ്രോസസ് എനിക്കറിയാലോ. ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്നൊക്കെയാളാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തടി കുറയാന്നുള്ളത് അതിൻ്റെതായിട്ടുള്ള ഒരു സമയം എടുത്തിട്ടേ കുറയുള്ളൂ. നമ്മൾ അത്രയും സമയമൊക്കെ എടുത്ത് തന്നെ നന്നായിട്ട് ഗെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ അത്രയ്ക്കൊന്നും എടുക്കുന്നില്ല. പിന്നെ ഫിസിക്കലി ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരം കുറെ നല്ലോണം തടിക്കുക അല്ലെങ്കിൽ കുറെ നല്ലോണം മെലിയുക എന്നുള്ള മാത്രമാണ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ. എന്റെ അഭിപ്രായത്തില് ഞാനിപ്പോ ഇപ്പൊ സൂക്ഷ്മർശിനിയും അങ്ങനത്തെ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കഥാപാത്രമൊക്കെ വരുമ്പോ ഞാൻ ചിലപ്പം ഞാൻ വാക്സ് ഒന്നും ചെയ്യില്ല. ചിലപ്പോ ഐ ലെറ്റ് മൈ ബോഡി ഹെയർ ഗ്രോ. അതിൽ തന്നെ കുറച്ച് സാധനം വരും. അല്ലെങ്കിൽ ഐബ്രോസ് ഭയങ്കര ക്ലീൻ ആയിട്ടൊന്നും വയ്ക്കില്ല. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ വരുമ്പോ തന്നെ ഈ ബോഡിക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ലുക്കിൽ ഭയങ്കര വ്യത്യാസം വരും. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ അതേ സമയത്ത് ആവേശത്തിന് പോകുന്ന സമയത്ത് ഞാൻ ശരിക്കും ഞാൻ പോയി കൃത്യമായിട്ട് ഐബ്രോസ് ഒക്കെ എടുത്തു, ഒരു നീറ്റ്നെസ്, വേറൊരു ആ ഒരു കഥാപാത്രത്തിന് വേണ്ട ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ കോൺഷ്യസ് ആയിട്ട് ആ സമയത്ത് നന്നായിട്ട് സ്കിന്നൊക്കെ നോക്കുമായിരുന്നു. കുറച്ച് ഭംഗി വേണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓരോ കഥാപാത്രം അനുസരിച്ച് അത് മാറും. അപ്പൊ ഞാൻ ഇന്നലെ ആലോചിക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്നു, അതിന് ഇച്ചിരി ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നാൽ നന്നായിരിക്കും അങ്ങനെ. അപ്പൊ ഞാൻ അത് എത്രത്തോളം ഹെൽത്തി ആണെന്ന് എനിക്ക് അറിഞ്ഞോളാം. പക്ഷെ ഞാൻ ഇച്ചിരി സ്കിൻ കെയർ ഒക്കെ കട്ട് ചെയ്യും ആ സമയത്ത്. അല്ലെങ്കിൽ ഞാൻ മറ്റേ ഹൈലറോണിക് ആസിഡും മറ്റൊക്കെ തേക്കും. അല്ലെങ്കിൽ അത് കുറച്ച് ഒന്ന് റിമൂവ് ചെയ്ത് ചിലപ്പോൾ വെയിലത്തൊക്കെ പോയി നിൽക്കും. അങ്ങനത്തെ ഒക്കെ പരിപാടി ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് എനിക്ക് ഒന്ന് ലുക്ക് ആൻഡ് ഫീല് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ എല്ലാരും പറയാറുണ്ട് എല്ലാത്തിലും കാണാൻ വ്യത്യാസമുണ്ട്. അത് ഇത്രയും സിനിമ ആയതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. അല്ലെങ്കിലേ ഉണ്ട് ഈ ഒരു പ്രോസസ്സ്. അല്ലെങ്കിൽ എല്ലാവരും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജെൻസി പിള്ളേരെ മേക്കപ്പിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എല്ലാ പിള്ളേരും കാണാൻ ഒരേപോലെ ഇരിക്കുന്നു. കൊറിയൻ സ്റ്റൈൽ മറ്റേ ഗ്ലാസ് സ്കിൻ മറ്റേ അത് നമ്മളും ചെയ്താലും നമ്മളും അതേപോലെ ഇരിക്കും. പക്ഷേ ഒരു വ്യക്തിക്ക് ഒരു ഐഡന്റിറ്റി വേണ്ടേ? എനിക്ക് അതാണ് ഇമ്പോർട്ടൻസ്. ഈ വേക്കപ്പ് സിദ്ധ് സിനിമ കണ്ടിട്ടുണ്ടോ? വേക്കപ്പ് സിദ്ധില് സിദ്ധ ആയിഷേന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആയിഷ എന്താണ് നിനക്ക് വേണ്ടത് എന്ന് പറയുമ്പോ ആയിഷ പറയുന്നുണ്ട്, എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണം, എനിക്ക് എന്റെ വീട് ഉണ്ടാക്കണം, എനിക്ക് എന്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യണം, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന്. പൂജക്ക് എന്താണ് ശരിക്കും വേണ്ടത് ലൈഫിൽ? അത് എനിക്ക് ഓരോ ഘട്ടത്തിലും മാറി മാറി പോയിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ആണ് ആദ്യമായിട്ട് ജീവിതത്തില് എന്താ വെൽത്തി ആവണം, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു
ഒരു മെറ്റീരിയൽ അസറ്റ്സിനോടുള്ളൊരു താല്പര്യം എനിക്ക് തോന്നി തുടങ്ങിയത്. ഒന്നുമില്ല, അതിന്റെ റിയാലിറ്റി, ജീവിതത്തിന്റെ റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ആക്ച്വലി ഇതൊരു എസെൻഷ്യൽ കാര്യമാണല്ലോ. ഇപ്പൊ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസ് അങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ വീട്ടില് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ ഇത്രയും ചെലവുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ബിൽ ഇത്രയും ആവുമല്ലോ, അപ്പൊ അത്രയും ഉണ്ടാക്കിയാലേ നമുക്ക് ഇത്രയും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിന്തയൊക്കെ കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ടേ വന്നിട്ടുള്ളൂ. അതുവരെ അതൊക്കെ വീട്ടുകാരൊക്കെ സുഖമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓ ഇത്രയൊക്കെ ബില്ല് വരുമല്ലേ എന്നൊക്കെ. അല്ലെങ്കിൽ എന്തോ പൈസ ഉണ്ടാക്കുന്നത് എന്തോ സിന്നാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ നമ്മൾ വളർന്നു വന്നേക്കുന്നത്. പൈസയിലെല്ലാ കാര്യം. ഈ പൈസയിലെല്ലാ കാര്യം എന്ന് പറയുന്നത് പറയണമെങ്കിൽ പൈസ ഉണ്ടായി കഴിഞ്ഞിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പൈസ സന്തോഷം തരൂലെന്ന്. പക്ഷെ ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പണമുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്കുള്ളൊരു സമയമുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫോർ എ വിമൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് സ്കൂൾ തൊട്ടേ എല്ലാവരും പറഞ്ഞ് തലയിലോട്ട് ഫീഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോഴാണ് എന്തെങ്കിലും പൈസ അപ്പൊ ഒരു ചെറിയ പോർഷൻ എങ്കിലും എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അതിപ്പോ ശീലമായി. ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ കുറച്ച് ലിക്വിഡിറ്റി കുറയായിരിക്കും. പക്ഷെ അതൊരു ഇപ്പോഴാണ് അങ്ങനത്തെ ശീലങ്ങൾ തുടങ്ങുന്നത്. എന്താ വെച്ചാല് ആ ഇൻ ബിറ്റ്വീൻ പീരിയഡ്, ഇപ്പൊ കഴിഞ്ഞ 2 മാസമായിട്ട് ഷൂട്ടില്ലാത്തപ്പോ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് വരില്ല. അയ്യോ ഇത് എന്താണ്, ഒന്ന് ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ആൾക്കാരോട് ഹെൽപ്പ് വയ്ക്കാൻ തോന്നത്തുമില്ല. അപ്പൊ നമ്മള് എങ്ങനെ വർക്ക് ചെയ്യാം. അപ്പൊ ഞാനൊരു കോർപ്പറേറ്റ് ഗിഗ് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോർപ്പറേറ്റ് ഗിഗ് എടുത്തു. ഹസ്സിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി, അത് ഉണ്ടാക്കിയാലേ നമ്മളോട് ആൾക്കാർക്ക്, ഇന്നത്തെ നാട്ടുകാർക്ക് വില ഉണ്ടെങ്കിൽ എന്തൊക്കെ ഫിലോസഫിയും പ്രോഗ്രസീവ്നെസ്സും പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഇച്ചിരി നമ്മളെ നോക്കാനും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടോ അവരെ ആൾക്കാർ ബഹുമാനിക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കല്. അല്ലാത്തൊക്കെ ഈ പറയുന്ന ഇച്ചിരി ഫാഷനബിൾ ആയിട്ടുള്ള കോട്സ് മാത്രമാണ്. അത് ആക്ഷനിലോട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടാണ്. ഫോർ ഇൻസ്റ്റൻസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഗോവയിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡിന്റെ സമയത്ത്. റിമോട്ടായിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ എല്ലാവരും വളരെ നോർമലായിട്ട് വീട്ടിലിടുന്ന ചിലപ്പോ ക്ലോത്ത്സ് ഒക്കെ തന്നെയായിരിക്കും പുറത്തു പോകുമ്പോ ഇടാൻ. അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനും അതേപോലെ ആയിരിക്കും ബീച്ചിലൊക്കെ വന്ന്. മീൻസ് അവര് സൺഡേസ് രാവിലെ ബീച്ചിൽ പോയിട്ട് എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ ക്ലാസ്സോ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. എല്ലാവരും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അവര് നാട്ടിൽ വരുമ്പോ ഇതേപോലെ പുറത്തോട്ട് ഇറങ്ങുമ്പോ അവർക്ക് പെട്ടെന്ന് ആൾക്കാർക്കൊരു അവരെന്ന് പറയാ ഇത് വ്യത്യാസം ഉണ്ടല്ലോ ശരിക്കും. അപ്പൊ ഫോഴ്സ് ടു ഡ്രസ് അപ്പ് ആൻഡ് ലുക്ക് എ സർട്ടൻ വേ സോ ദാറ്റ് പീപ്പിൾ റെസ്പെക്ട് ദം. ഇതിന്റെ ഒരു റിയാലിറ്റിയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് തോന്നിയ ഇത് പൈസ മാത്രമല്ല, അതൊരു നമുക്കൊരു വെൽത്തും അസറ്റ്സും അക്യൂമുലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആൾക്കാർ നമ്മളെ അടുത്ത് കൺട്രോൾ ചെയ്യാനോ നമ്മളെ അടുത്ത് സംസാരിക്കാൻ തന്നെ ഒരു ഒക്കെ തന്നെ അവർ ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യാതിരിക്കും എന്നുള്ളത് കാര്യം. അങ്ങനെ ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് പടക്കളം. ഇപ്പൊ നമ്മൾ OTT വന്നു. ഒരു ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് നമ്മൾ കാണാത്തൊരു പൂജ തന്നെയായിരുന്നു അതിൽ കണ്ടത്. കോമഡി ഉണ്ട്, പക്ഷെ അതേ സമയത്ത് ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു ഡിഫറെന്റ് ഒരു പോർട്രയൽ ഓഫ് ക്യാരക്ടർ ചെയ്യാൻ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നു? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആരെങ്കിലും ഇങ്ങനെ വിളിക്കണം. എനിക്ക് കാതലിലാണ് ഇതിന് മുന്നേ അങ്ങനത്തെ ഒരു ചെറിയൊരു സ്പേസ് കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഒരാൾക്ക് തോന്നി എനിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടാണ് മനു വിളിച്ചത്. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്താലേ അതിന്റെ അവസാനത്തെ കോമഡി വർക്കാവുള്ളൂ. അപ്പൊ അത് ബാക്കി എല്ലാവരും വേറെ മൂഡാണ്. ഞാൻ ഭയങ്കര യൂഷ്വലി ഞാനാണ് ബാക്കിയുള്ളവരുടെ സ്പേസിൽ ഉണ്ടാവാറ്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊരു സാധനം ചെയ്യാൻ പറ്റി എന്നുള്ളതിന്റെ ഒരു ഇതുള്ളൂ.
ഇപ്പൊ പടക്കളത്തിൽ വരുമ്പോഴാണെങ്കിലും ഇതില് ഫീമെയിൽ ക്യാരക്ടേഴ്സ് കുറവാ. നിരഞ്ജനയും പൂജയും മാത്രമേ ഒരു കുറച്ച് ലീഡായിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം സീരിയസ് ആയി, അവസാനം ഷറഫുദ്ദീൻ വന്നിട്ടുമ്പോ ഉള്ളൊരു നോട്ടൊക്കെ ഉണ്ട്. പിന്നെ പുള്ളീനെ സോഫയില് അവിടെ ഇടുന്നു. വിജയ് ബാബു ചേട്ടന്റെ ഒരു ഇന്റർവ്യൂല് കണ്ടിരുന്നു, ഷറഫുദ്ദീൻ വന്നിട്ട് കോംപ്രമൈസ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കാൻ പോകുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന ഇപ്പൊ ആ ഒരു വൈറലായിട്ടുള്ള ഒരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അത് കേട്ടപ്പോ എന്തായിരുന്നു തോന്നിയത്? ആ ഒരു സമയം നിങ്ങൾ ചിരിച്ചോണ്ടായിരുന്നോ, ഉള്ളിൽ ചിരിച്ചോണ്ടായിരുന്നോ അഭിനയിച്ചേ? ഇതെന്ന് വെച്ചാല് ഷർഫ് വന്നിട്ട് ഷർഫ് ഇംപ്രൂവൈസ് ചെയ്തതാണ് അത്. അപ്പൊ എൻ്റെ അടുത്ത് ഷോർട്ടിന് മുന്നേ പറയും, ഞാനൊരു കാര്യം പറയും, നിനക്ക് എന്നെ ചിലപ്പോൾ തല്ലാൻ തോന്നും, അത് തല്ലിക്കോ എന്ന്. അപ്പൊ എനിക്കറിയില്ല ഷർഫ് എന്താ പറയാൻ പോകുന്നതെന്ന്. അത് അപ്പൊ ഞാനും ആദ്യമായിട്ടാ കേൾക്കുന്നത്. ആ മൊമെന്റിൽ ഷോർട്ടിലാണ് ഞാനത് കേൾക്കുന്നത്. എന്നുവെച്ചാൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു മൂഡില് എനിക്ക് ചിരിയൊന്നും വന്നില്ല. എനിക്ക് ശരിക്കും എൻ്റെ വീട്ടില് റാൻഡംലി ഒരാൾ കയറി വന്ന് എന്നെ കയറി പിടിക്കുന്നു. അപ്പൊ ഏത് സ്ത്രീ ആണെങ്കിലും കുറച്ച് പഠിപ്പും വിവരും ഒക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അങ്ങനെയല്ലേ റിയാക്ട് ചെയ്യുക. നമ്മളെ കയറി പിടിച്ചാൽ നമ്മൾ തള്ളി മാറ്റും. ആ ഒരു റിയാക്ഷൻ തന്നെ വന്നുള്ളൂ എനിക്ക്. പക്ഷെ ബാക്കി എല്ലാവരും സെറ്റില് കട്ട് വിളിച്ചപ്പോഴത്തേക്ക് ചിരിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് അപ്പോഴും ചിരിയൊന്നും വന്നില്ല. പിന്നെ ശർമ്മതേ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കറക്റ്റാണ് അത്, സിനിമയ്ക്ക് അത് കറക്റ്റായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ കൂടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയായിരുന്നു, സാധാരണ അങ്ങനത്തെ ഒരു ഡയലോഗ് വരുമ്പോ ആൾക്കാർക്ക് ചിലപ്പോ ഒരു ഡബിൾ മീനിങ് വൃത്തിയായിട്ട് തമാശയായിട്ട് ചിലപ്പോ തോന്നും. പക്ഷെ ഇതിന് തോന്നിയില്ല, നമുക്ക് ചിരിക്കാൻ മാത്രമാണ് തോന്നിയത്. അല്ലാണ്ട് അതിനെ കുറിച്ച് വേറെ അത് ആ എടുത്തതിന്റെ ഗുണമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എത്ര ആലോചിച്ചിട്ടും അതൊരു വൃത്തിയോടായിട്ടുള്ള ഒരു സ്പേസിൽ പറഞ്ഞ പോലെ തോന്നില്ല. അത് ഭയങ്കര രസമുണ്ട്. അത് നേരത്തെ ആൾക്കാർ വന്നിട്ട് ഇന്നും ഈ OTT കണ്ടിട്ട് ഒരു റൈറ്ററാണ്, ഇപ്പൊ സൂക്ഷ്മർച്ചിന്റെ റൈറ്ററാണ് വിളിച്ചിട്ട് അതെങ്ങനെയായിരിക്കും അവർ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പൊ എനിക്കത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ തിരിയൊന്നും വന്നിട്ടുണ്ടായില്ല. എന്ന് വെച്ചാൽ ഇൻ ദാറ്റ് മൂഡ് നമ്മളെന്തായാലും കഴിഞ്ഞു പോവല്ലോ. അങ്ങനത്തെ എല്ലാ സിനിമയിലും ഇതുപോലെ ഒരു പർട്ടിക്കുലർ ഒരു ഡയലോഗ് കിട്ടുന്നുണ്ട്. അതെന്ത് തോന്നുന്നു, ഇപ്പൊ നമ്മളെ ആളുകൾ ഒരു സീനിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കാണ്ട് ഒരു ഡയലോഗ് വെച്ച് നമ്മൾ ഓർത്തിരിക്കും. നേരത്തെ ആവേശത്തിൽ പറഞ്ഞ പോലെ എടാ സുന്ദരന്മാരി എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഈ സിനിമയില് ഈ ഒരു ഡയലോഗായി. അപ്പൊ എല്ലാ സിനിമയിലും ആ ഒരു രീതിയിലൊരു ഡയലോഗ്സ് കിട്ടുന്നുണ്ട്. എനിക്ക് പണ്ട് നമ്മൾ ടിവിയില് കുറെ റിപ്പീറ്റായിട്ട് വാച്ച് ചെയ്ത സിനിമകളാണ്. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ സിനിമകൾ. അപ്പൊ നമ്മളിങ്ങനെ അതില് ഡയലോഗ്സ് ഒക്കെ തന്നെയാണല്ലോ ഇപ്പോഴും ഇന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അപ്പൊ ഞാൻ പണ്ട് തൊട്ടേ മനസ്സിന്റെ ഉള്ളിലുണ്ടായ ആഗ്രഹമായിരിക്കുന്നു, ഇത് ഈ ഒരു കഥാപാത്രത്തിന് ലൈഫ് കിട്ടുമല്ലേ. ഇപ്പൊ ദാസിനും വിജയനും ഒരുപക്ഷെ ഞങ്ങൾ ജനിക്കുന്നതിന് മുന്നേ ഉണ്ടാകുമായിരിക്കും. അല്ല, അതില് ആ സീരീസില് മൊത്തം സിനിമകളാണെങ്കിലും അങ്ങനെ കൊറേ എത്രയോ അങ്ങനത്തെ പഴയ സിനിമകളിലെ കൊറേ ഡയലോഗ് അപ്പോ ഇന്നും അതന്നെയാണ് പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പൊ അതിന്റെ ഒരു ലൈഫ് അത് ഏത് സിനിമയാന്ന് പോലും ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ ലൈഫ് ലോങ് അല്ലേ. അതെ. അപ്പം എനിക്ക് ഏറ്റവും ആദ്യം അത് തോന്നിയത് ഇങ്ങനെ മറ്റേ മതിലുകളില് KPCC ലളിത ചേച്ചിയുടെ ഡയലോഗ്സ് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോ ഇങ്ങനെ ശബ്ദം മാത്രം അല്ലെങ്കിൽ ഈ വരികൾ കൊണ്ട് മാത്രം എന്തൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കണേ. ഇങ്ങനെ ചെറുപ്പത്തിലേ തോന്നിയിരുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും നടി ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടണേ എന്ന് വെച്ചാൽ. പിന്നീടുള്ള സിനിമയിലൊന്നും അങ്ങനത്തെ വരികൾ കുറവായി തുടങ്ങി ഓർത്ത് വെക്കുന്നത്. പിന്നെ ഇത് കേറി വന്നപ്പോഴത്തേക്ക് അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. എല്ലാരും പറയും. അപ്പൊ ചില ആൾക്കാർ പറയും മാനുവലിക്ക കൊള്ളായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ചോട്ട മുംബൈ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു ഡയലോഗ് കൊണ്ട് ആളുകൾ നമ്മൾ ഓർത്തിരിക്കുക. ചിലപ്പോ അത് ഏത് സിനിമയിൽ ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും, ഏത് സിനിമയിലായിരുന്നു പൂജ അത് പറഞ്ഞത്. പക്ഷെ ആ ഒരു ഡയലോഗ് ആളുകളുടെ മനസ്സിൽ എപ്പോഴും സ്ട്രൈക്ക് ആയിട്ടുണ്ടാവും. ഇനി കുറച്ച് വർഷം കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ദാസിനും വിജയനൊക്കെ പറയുന്ന പോലെ ഈ ഡയലോഗുകളും നാളെ ചിലപ്പോ വരും. എനിക്ക് ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണത്. ഇതൊക്കെ
ചിലപ്പം എഴുതി വെച്ചതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ ഓൺ ദ സ്പോട്ട് ആയിരിക്കും ഇതൊക്കെ. ഇപ്പൊ ജിത്തുവിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ജിത്തു ഓൺ ദ സ്പോട്ട് വന്നിട്ട് പറയും ഇതും കൂടെ ഇതിങ്ങനെ പറഞ്ഞു. ഇപ്പൊ എടാടാ സുന്ദരന്മാര് ജിത്തു അങ്ങനെ വന്ന് പറഞ്ഞ സാധനമാണ്. ഒരു സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. സ്ക്രിപ്റ്റ് ആയിട്ട് ജിത്തുവിന്റെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. എന്നുവെച്ചാൽ ഞാൻ ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ സീൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. പക്ഷെ അപ്പൊ ഈ റൂമിൽ കേറി വന്നിട്ട് എന്തു പറയും, ഒരു ഓക്വേർഡ്നെസ് ഉണ്ടായിരുന്നു. അപ്പം ജിത്തു എടാ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കത് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര സുഖം തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആൾക്കാർക്ക് അത് ഭയങ്കര വർക്കാണെന്ന് അറിയുമ്പോ എനിക്ക് കൊള്ളാം. അത് ഞാൻ ജിത്തു പറഞ്ഞു, ഞാൻ ചെയ്തു അത്ര. ഇപ്പൊ സൂക്ഷ്മദർശിനിയിൽ അതുപോലത്തെ ഒരു ഡയലോഗ് ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതന്റെ ദിസ് ഈസ് നോട്ട് എ കോണച്ച പ്ലാൻ. അപ്പൊ ചെയ്ത ഓരോ സിനിമയിലും ഇതുപോലത്തെ ഒരു ഡയലോഗ് ഉണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള നല്ലൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 1-ലായാലും ഇരട്ടയിൽ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഒരു പോലീസ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്തത്. അപ്പോ അതിനെന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വലിയ പ്രിപ്പറേഷൻ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു പോലീസുകാര് ക്യാരക്ടേഴ്സ് ആദ്യം വന്ന് തന്നെ ഇപ്പം പൊക്കം, ശരീരം അങ്ങനെ ഒക്കെ ഉള്ളപ്പോ ഇങ്ങനെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു പോലീസ് കഥാപാത്രങ്ങൾ വന്നത്. ഇരട്ടൊക്കെ ഞാൻ വിചാരിച്ചു ഈശ്വര എനിക്ക് യൂണിഫോം ഇടേണ്ടി വരില്ലേ. അപ്പൊ അത് ആ ഒരു ടാഗ് ചെയ്യപ്പെടും തോന്നിയിട്ടുണ്ടോ? പിന്നെ പോലീസ് ക്യാരക്ടർ മാത്രമായിട്ട് ഒരു സമയത്ത് എന്താണ് ആ സമയത്തൊക്കെ ആൾക്കാര് പോലീസ് സ്റ്റേഷൻ ചെയ്യുന്ന ആളല്ലേ എന്നുള്ള ഇതായിരുന്നു. പിന്നെ രോമാഞ്ചം കൂടെ വന്ന് രോമാഞ്ചം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആണ് അത് മൊത്തം മാറിയത്. പക്ഷെ ഒരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട് ഞാൻ ഇനി പോലീസ് ക്യാരക്ടർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ. ഈ യൂണിഫോം എനിക്ക് തോന്നുന്നു ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് പോലീസ് യൂണിഫോം. അതാണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് നല്ല ഫിറ്റിങ്ങിലാ തയ്ക്കുക. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റോട്ടിലൊക്കെ നമ്മള് ചേച്ചിമാരെയൊക്കെ കാണുമ്പോ എന്തൊരു കഷ്ടപ്പാടാണ്. നമ്മളൊരു കാലാവസ്ഥയ്ക്കൊന്നും ഒട്ടും ചേർന്ന വസ്ത്രേ അല്ല. പിന്നെ എസ്പെഷ്യലി ആ ഷൂസും. അപ്പൊ അത് എനിക്കിപ്പോ എപ്പോഴും അവരെ കാണുമ്പോ എന്ത് കഷ്ടപ്പാടാണ് അവര് ഈ വെയിലത്തും ഒരു ചൂടായിട്ട് ഈ സമയത്ത്. പക്ഷെ ആ ചൂടുള്ള സമയത്തൊക്കെ ഇവര് ഇതൊക്കെ വലിച്ചു കെട്ടി ബെൽറ്റും എങ്ങനെയാണ് ഇവരിത് സഹിക്കുന്നതെന്ന് തോന്നി പോലെ. അപ്പൊ എനിക്ക് ആദ്യം ഒരു 3 അടുപ്പിച്ച് പോലീസായപ്പോ എനിക്ക് തോന്നിയായിരുന്നു അയ്യോ എനിക്കിത് വേണ്ടാന്ന്. പക്ഷെ ആ സമയത്ത് തോന്നി എസ്പെഷ്യലി യൂണിഫോം ഇടുമ്പോ ഉള്ളൊരു കാണാനൊക്കെ നല്ല ലുക്കാണ്. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മള് ബാത്റൂം പോകുമ്പോഴും ഒക്കെ എനിക്കറിയാം എന്റെ കൂടെ അഭിനയിച്ച കുറെ പേർക്ക് അത് പോകണ്ടെന്ന് വിചാരിക്കും. ഇത് ഊരി എണീറ്റ് പിന്നെ ഇടണം, പിന്നെയും ചുളിവ് മാറ്റണം. അപ്പൊ കുറെ പേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത്. കൂടെ അഭിനയിച്ച കുറെ പേർക്കൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഒരു കുറച്ച് കാലമല്ലേ ഇപ്പൊ ഒരു അങ്ങനെയൊക്കെ വന്ന രസമായിരിക്കും. ഒരു വ്യത്യസ്തമായിട്ട് ഒരു പരിപാടി പിടിക്കാലോ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളെ മലയാള സിനിമയില് ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില നിറമുള്ള ആളുകളെ ചൂസ് ചെയ്യാറുണ്ട്. സ്പെഷ്യലി ഇപ്പൊ മറ്റേ വേലക്കാരി ജാനു. ഇപ്പോ പ്രത്യേകിച്ച് വേലക്കാരെ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോഴും ആ ഒരു ക്യാരക്ടേഴ്സിനൊന്നും മലയാള സിനിമ ഇത്രയും മാറിയിട്ടും ഒരു ചേഞ്ച് വന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞൊരു റീസെന്റ് ആയിട്ട് നരിവേട്ടയിലെ ഹീറോയിൻ ആര്യ സലീം പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണത്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മള് ചുറ്റും കാണുന്നത് തന്നെയാണെന്ന് തോന്നുന്നു അതില് റിഫ്ലക്റ്റ് ആവുന്നത്. എങ്ങനെയാ പറയാ അതിലൊരു സത്യമുണ്ട്. എന്താ വെച്ചാൽ നമ്മള് ആദ്യമായിട്ട് നമ്മുടെ റെഫറൻസ് ജീവിതത്തിൽ നോക്കുമ്പോ എങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്, അങ്ങനത്തെ ഒരു സ്കേപ്പിലുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതേ ആക്ടേഴ്സിന് വേറൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും ജീവിതത്തിലല്ല. മീൻസ് അവർക്ക് അത് മാത്രമല്ല ചെയ്യാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഒരു ആക്ടർ ആയിരുന്നു ഇപ്പൊ ഹിന്ദിയിലേക്ക് മലയാളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ മിക്കപ്പോഴും കാസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതേപോലെ ഈ വേലക്കാരോ അല്ലെങ്കിൽ മൈഗ്രന്റ് ലേബറേഴ്സോ അങ്ങനത്തെ. എന്തിനാണ് അങ്ങനത്തെ ചെയ്യുന്നത്? അതിലും കുറച്ച് വ്യത്യാസമായിട്ട് കിട്ടുന്നത് കനിക്കൊക്കെയാണ്. ഇപ്പൊ സീരീസിലൊക്കെ വേഷങ്ങളാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ കിട്ടിയിട്ടുള്ളത്. അത് അഭിനയിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാ പോകുന്നേ? വേറെ രീതിയിൽ ഇമാജിൻ ചെയ്തൂടെ? ഇപ്പൊ ഒരു ആര്യനെ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു
മോഡേൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാഷനബിൾ അങ്ങനെയല്ല, ഒരു ഫ്ലാറ്റില് നല്ല ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരു ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും കാസ്റ്റ് ചെയ്യാലോ. ഇത് മാത്രം ആവണ്ടല്ലോ. അങ്ങനത്തെ നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഹൗ യു ആർ ആസ് എ പേഴ്സൺ ഇസ് സംതിങ് ദേ നോ. പക്ഷെ അതുപോലെ അവർ സിനിമയിൽ എന്നെ കണ്ടിട്ടേ ഇല്ല. സിനിമയിൽ കാണുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഇതാണ്. സിനിമയില് എല്ലാ ക്യാരക്ടേഴ്സും മിക്ക ക്യാരക്ടേഴ്സും ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ്. ലൗഡ് മാത്രമല്ല, ഒരു സാധാരണ ഒരു പർട്ടിക്കുലർ സോഷ്യൽ ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്ന അങ്ങനത്തെ ഇതാണ്. എനിക്ക് പേഴ്സണലി ഓക്കെയാണ്. എന്താ വെച്ചാൽ എല്ലാം ഒരു വ്യത്യസ്തതയുണ്ട്. നമ്മളെല്ലാ ക്യാരക്ടേഴ്സും പിടിക്കും. എനിക്ക് കാണാനൊക്കെ ഇച്ചിരി മാറ്റം വേണ്ട, അല്ലെങ്കിൽ ആൾക്കാർക്ക് മടുക്കൂലേ. അതെ, എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ആഗ്രഹം നിന്നെ പക്ഷെ ശരിക്കുള്ള ജീവിതത്തിൽ നീ എങ്ങനെയാണോ അതുപോലെ കണ്ടിട്ടേ ഇല്ല സിനിമയിൽ. അങ്ങനെ എക്സ്പ്ലോർ ചെയ്തൂടെ. അപ്പൊ അതില് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സൗന്ദര്യ സങ്കല്പവും പരിപാടിയൊക്കെ വർക്ക് ആവുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഞാൻ തഗ് ലൈഫ് കാണാൻ പോയപ്പോ ഞാൻ വിചാരിച്ചു, ഈ തൃശ്ശൂരെ കാണാൻ എന്ത് ഭംഗിയാലേ, എത്ര വർഷം കഴിഞ്ഞാലും നമുക്കിത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാലോ. ചിലപ്പോ ആ ഭംഗിക്കും ഒരു കാരണം, അങ്ങനത്തെ ആൾക്കാരെ വെക്കുന്നതിലൊരു കാരണമുണ്ടാകാം. അത് ഒരു ലാർജർ ഓഡിയൻസിന് അത് വർക്ക് ആവുന്നോണ്ടായിരിക്കും മാറുന്നത്. അല്ലെങ്കിൽ പരീക്ഷിക്കണം. അതല്ലാത്ത രീതിയിൽ പരീക്ഷിക്കാൻ ബോൾഡ് ആവുന്ന ആൾക്കാർ, ഫിലിം മേക്കേഴ്സ് വരണം. അങ്ങനെ വരുവാണെങ്കിൽ പിന്നെ അതിന് മാർക്കറ്റും വേണം. അപ്പൊ അതിന് പൈസ ഇറക്കാൻ ആൾക്കാർ വേണം. ഇതൊക്കെ കുറേ ലേയേർഡ് ആൻഡ് കോംപ്ലക്സ് ആണ് ഇതിന്റെ ഒരു കാര്യം. ഒറ്റയടിക്ക് നമുക്കിത് പറയാം എന്നല്ലാതെ ഇത് ഒരു പ്രാക്ടിക്കലി ഒരു സംഗതിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വരണമെങ്കിൽ ഇതിന് കുറേ കാര്യങ്ങളുണ്ട്. സമയത്തായാലും വരട്ടെ. സമയത്ത് വരട്ടെ. ഇപ്പൊ മരണമാസിലെ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഒരു ലൗഡാണ്, ഔട്ട് ബേസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഇപ്പൊ മലയാള സിനിമയിൽ കണ്ടുവരുന്ന വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ പൂജ അത് ചെയ്യുമ്പോൾ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വൈബ്രൻസ് അതിലുണ്ടാവും. ഒരു ഭയങ്കര ലൗഡായിട്ട് സൗണ്ടിന്റെ ഒരു മോഡുലേഷൻ ആയിരിക്കാം, കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ. നേരത്തെ പറഞ്ഞ പോലെ ഈ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പണ്ട് കൽപ്പന ചേച്ചി ചെയ്ത പോലെ ഒച്ചത്തിൽ സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കോമഡി ക്യാരക്ടേഴ്സ് ഇപ്പോഴത്തെ മലയാള സിനിമയിൽ എനിക്ക് ഒരു ഒബ്സർവ് ചെയ്തിട്ട് തോന്നിയത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു റോള് കുറച്ചുകൂടെ കുറവാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ പൂജ അവിടെ നല്ല രീതിയിൽ കോമഡി എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്ക് ടച്ച് വുഡ്, ഞാനതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അപ്പോ ഇങ്ങനെ കിട്ടും. ഇപ്പൊ ചിലപ്പോ മിക്ക സിനിമയിലും എനിക്ക് ആകെ 2-3 ദിവസം ഉണ്ടാവുള്ളൂ. ഞാൻ പോകും, അഭിനയിക്കുന്നു, വരുന്നു. അപ്പൊ പലപ്പോഴും ഈ സിനിമ വരുമ്പോഴേ ഞാൻ ഇതിന്റെ ഇമ്പാക്ട് അറിയുള്ളൂ. ഇപ്പൊ മരണമാസമാണെങ്കിലും കുറെ പേര് വെച്ചിട്ടുണ്ട്, എന്തിനാ അത് ചെയ്ത് ആവശ്യമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നല്ല ക്യാരക്ടർ ആയിരുന്നു. എനിക്ക് എന്താ വെച്ചാല് ഒരു യക്ഷി എന്റെ ലുക്കിൽ എന്നെ കാണാം. അതൊരു അത് എനിക്കൊരു മൂഡ്. പിന്നെ നിങ്ങളെ രണ്ടുപേരുടെ പേര് ഭയങ്കര അടിപൊളിയായിരുന്നു, രണ്ടുപേരും കോമഡി ചെയ്ത്. എനിക്ക് അതേപോലെ ഇപ്പൊ ജോമോനൊക്കെയായിട്ട് വർക്ക് ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഇപ്പൊ ഭയങ്കര രസമാണ് ഈ കൊളാബറേറ്റ് ചെയ്ത് ജോമാനായിട്ടൊക്കെ വർക്ക് ചെയ്യാനും. അതേപോലെ ഇപ്പൊ ഷർഫു ആയിട്ട് ചെയ്തപ്പോഴും ഒക്കെ അതിന്റെ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരുമിച്ച് ഒരു സാധനം ചെയ്യുന്നതിന്റെ. അത് എനിക്ക് ഭയങ്കര കൂടുതലാണ്. ആൾക്കാർക്ക് തോന്നണം ആദ്യം നമ്മളെ കൊണ്ട് വ്യത്യസ്തമായ പരിപാടി ഏൽപ്പിക്കാൻ പറ്റുന്നു. അത് തോന്നിക്കണേ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ചില ആളുകൾ ഇപ്പൊ നമ്മള് തമാശയിലും പറയുമ്പോ നമ്മൾ വിചാരിക്കും ഇത് ഫോഴ്സ് ചെയ്തിട്ട് പറയുന്ന പോലെ. അവര് വിചാരിക്കും തമാശയായിരിക്കും, പക്ഷെ നമുക്കത് അങ്ങോട്ട് വർക്ക് ഔട്ട് ആവുന്നില്ല. എനിക്ക് തമാശ പറഞ്ഞു വെളുപ്പിക്കാൻ കുറച്ച് നല്ല പണിയുണ്ടോ? പണി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ച് ഇത് കോമഡി ആക്കാൻ വേണ്ടി കോമഡി ആക്കാൻ പറ്റൂല. ആ കഥാപാത്രങ്ങള് ഒരു സർക്കംസ്റ്റാൻസിൽ നമ്മൾ പെരുമാറുമ്പോഴാണ് അത് കോമഡി ആവുന്നതെന്ന് തോന്നും. അല്ലാതെ ഇത് ഇവിടെ ആൾക്കാർ ചിരിക്കണം എന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവില്ലാന്ന് തോന്നും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മള് ഒരു കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സിനിമാ നടിമാരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൽപ്പന ചേച്ചിന്റെ കോമഡി സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ പൂജക്ക് ഇഷ്ടപ്പെട്ട ആരെയാണ്? ഇപ്പം മലയാളത്തിലാണെങ്കിൽ ഇവരൊക്കെ ഇഷ്ടമാണ്. ഉർവശി ചേച്ചി നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നായികയില് അത് ഈ പറഞ്ഞ വൈബ്രന്റ് ആയിട്ടുള്ള സാധനങ്ങളും അഭിനയിച്ചിട്ടുണ്ട്, ഇമോഷണൽ ആയിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ
എല്ലാം കൊണ്ട് എല്ലാം പരിപാടി ഓൾറെഡി ചെയ്ത ഒരാളാണ് ഉർവശി ചേച്ചി. അപ്പൊ ഉർവശി ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പത്തെ ആൾക്കാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് ലിജോ. ലിജോന്റെ ഞാൻ പറഞ്ഞ സിനിമ നന്നായാലും മോശമായാലും ലിജോ നന്നായിരിക്കും. എനിക്ക് അത് ഇപ്പൊ എനിക്ക് മഹേഷിന്റെ പ്രതികാരം തൊട്ടിട്ട് എനിക്ക് ഇഷ്ടമാണ് ലിജോന്. പിന്നെ ഇടയ്ക്ക് ഈ കുട്ടി എവിടെ പോയി എന്നൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. പിന്നെ അത് വന്ന് ഇപ്പോഴും എല്ലാ സിനിമ കാണുമ്പോഴും ലിജോന്റെ പരിപാടി അടിപൊളിയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ലിജോയ്ക്ക് ഫുൾ ലെങ്ത് ഒരു കോമഡി പരിപാടി കൊടുത്ത് അടിപൊളിയായിരിക്കും. മഹേഷിലൊക്കെ കുറെ പരിപാടികളൊക്കെ ഇല്ലേ, എന്ത് എനിക്ക് ഭയങ്കര ആ സ്റ്റോപ്പിൽ ഇങ്ങനെ സൗബിനെ നോക്കി ചിരിക്കണതും അങ്ങനെയൊക്കെയുള്ള. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ലിജോ നല്ല കോമിക് പരിപാടി ഫുൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എനിക്ക് ഇപ്പത്തെ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടം ലിജോനെയാണ്. പിന്നെ എനിക്ക് ചെറുപ്പത്തിലെ ഇങ്ങനെ നന്ദിതാദാസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ണത്തിൽ മുട്ടുമുട്ട് അതൊക്കെ കണ്ടിട്ട് അങ്ങനെ. പിന്നെ ഹിന്ദിയിലൊക്കെ ഉണ്ട് കുറെ പേര്, ഈ സീരീസിലൊക്കെ വന്നിട്ടുള്ള കുറെ ആക്ടേഴ്സിന് എനിക്ക് ഇപ്പൊ ഷെഫാലി ഷാ, തിലോത്തമ ഷോമെ. തിലോത്തമ ഷോമ ഇസ് മൈ ഫേവറേറ്റ് ആക്ടർ ഇൻ ദ കൺട്രി അറ്റ് ദ മൊമെന്റ്. അങ്ങനെ എന്നുവെച്ചാൽ ഇവരൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് ആണ്. ഭയങ്കര വില്ലത്തിയായിട്ട് അഭിനയിക്കും, പിന്നെ സാധാരണ പണിക്കാരി അങ്ങനത്തെ റോൾസിലും അഭിനയിക്കും. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നു. എനിക്ക് അതാണ് തിലോത്തമയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം. പുള്ളിക്കാരി മെയ്ഡായിട്ട് അഭിനയിച്ച സിനിമ അതേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡൽഹി ക്രൈം 2 ഭയങ്കര നമുക്ക് പേടിയാവും. ഇങ്ങനെ ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്ന പോലത്തെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തു. അപ്പം അങ്ങനെ എനിക്ക് ഏറ്റവും ഇപ്പത്തെ ഫീമെയിൽ ആക്ടേഴ്സിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് തിലോത്തമ ഷോമാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ. എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം? ഇപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത്, നേരത്തെ പറഞ്ഞ യക്ഷി ക്യാരക്ടർ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ എങ്ങനത്തെയൊക്കെയാണ് മനസ്സിലുണ്ടാവും? ആലോചിച്ചാൽ അതിനെ കിട്ടൂല. പക്ഷെ ഇതേപോലെ പല ഷെയ്ഡ്സും ഉള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളാണെങ്കിൽ ഇങ്ങനെ വില്ലൻ വേഷങ്ങളൊക്കെ ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആൾക്കാർ വിളിക്കട്ടെ. ആരെങ്കിലും കൂടെ അസോസിയേറ്റ് ചെയ്യണം, നേരത്തെ പറഞ്ഞല്ലോ കൊളാബ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ആക്ടേഴ്സിന് കൂടെ ചെയ്യാൻ പറ്റി. അപ്പൊ അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല, എനിക്ക് ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയെങ്കിൽ, ഇവരുടെ കൂടെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നൂലേ? അതുപോലെ അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഇപ്പോഴും ആഗ്രഹം ഈ മമ്മൂക്കാന്റെ കൂടെ ഉള്ള മീൻസ് ആ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ സ്പേസിൽ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു അവസരം അടുത്ത് വന്നിട്ടും അത് പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് ഇപ്പോഴും ഒരു ആഗ്രഹമായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അങ്ങനത്തെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഗുൽഷൻ ദേവയ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. അപ്പൊ ഇനി കഴിഞ്ഞ ദിവസം നിമിഷ ഫോട്ടോ എടുത്തപ്പോ ഞാനിങ്ങനെ ഭയങ്കര അസൂയായിട്ട് ഞാൻ റിപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുൽഷന്റെ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ ഇനി അഭിനയിക്കാത്ത എല്ലാവരും എന്റെ ആഗ്രഹത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. എനിക്കിപ്പോ ആഗ്രഹമുണ്ട്, ഇപ്പൊ ലിജോ ആയിട്ട് അഭിനയിക്കണം, ഇപ്പൊ ദിവ്യപ്രഭ ആയിട്ട് അഭിനയിക്കണം, പിന്നെ ചിന്നു, ഇങ്ങനത്തെ പെമ്പിള്ളേരെല്ലാരും കൂടെ ഉള്ളൊരു പടം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്താ വെച്ചാൽ ജനറൽ ഒരു ഇന്ററാക്ഷനിൽ ഇവരൊക്കെ എന്ത് രസമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇങ്ങനെ ഫൺ മീൻസ് കരച്ചിലും നിലവിളിയായിട്ടുള്ള പരിപാടിയല്ല, ഒരു പോലത്തെ ഒരു ഫീമെയിൽ വെർഷൻ, ഇപ്പൊ രോമാഞ്ചം പോലത്തെ ഒരു ഫീമെയിൽ വേർഷൻ ആവാം. അപ്പൊ ആ സ്പേസിൽ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻസ് തന്നെ വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. സിനിമ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ സിനിമ കാണുന്ന ആളുകൾക്ക് മൊത്തം ഈ ടെക്നിക്കൽ സൈഡ്സ് ഒന്നും അറിയണമെന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ വെറുതെ നമ്മളൊരു മൂഡ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ലൈഫ് മൊത്തം സിനിമയാണ്. തിയേറ്ററിൽ പോയി ചിലപ്പോൾ സിനിമ കാണാനുണ്ടാവും. നമ്മൾ ഓരോ മൂഡിനനുസരിച്ച് നമ്മൾ ഓരോ സിനിമാസ് കാണും. പൂജയ്ക്ക് ഏറ്റവും ഇഷ്ടം ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സിനിമ പറയാൻ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? കംഫർട്ടായിട്ട് എന്നും ഏത് സമയത്ത് വേണമെങ്കിലും കാണാന്നുള്ളത് എനിക്ക് മണിച്ചിത്രത്താഴ് റിപ്പീറ്റ് വാല്യൂ ഉള്ള എപ്പോ വേണമെങ്കിലും മീൻസ് ഇടക്ക് വെച്ച് കാണാൻ തുടങ്ങിയാലും ഓക്കെയാണ്. ഈ അടുത്ത് എനിക്ക് പടക്കളം കണ്ടപ്പോ എനിക്ക് തോന്നി ഇതൊരു കംഫർട്ട് സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു, ഇന്നലെ ഓട്ടിട്ടില്ല. അല്ല, ഞങ്ങള് പിന്നെ ഈ തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ എപ്പോഴും ഈ സെക്കൻഡ് ഹാഫ് ഒരു പോയിന്റിലായിരിക്കും നമ്മൾ ഇങ്ങനെ കേറുന്നത്.
പക്ഷെ ഇങ്ങനെ അത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കുറെ കണ്ടല്ലോ, ഇനി എന്തിനാ കാണുന്നതെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ആ പടം ഭയങ്കര രസമായിട്ട് ഇങ്ങനെ എപ്പോ വേണമെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്നു ഈ അടുത്ത് തോന്നിയ പടം പടക്കളം. പടക്കളം നമ്മൾ തിയേറ്ററിൽ ആദ്യം കാണുമ്പോൾ ഒരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടിൽ കഥ പറയുന്നത്, എന്താ ഇത് സംഭവം, ഇനി വല്ല ചരിത്ര സിനിമയായിരിക്കോ? ഇവര് സുരാജ് ഷറഫുദ്ദീനൊക്കെ ഒരു കോമഡി സംഭവം ആണല്ലോ ഇവർ ഇന്റർവ്യൂവിനൊക്കെ വന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഒരു റേഞ്ച് കോളേജ് വൈബിലേക്ക് വരുന്നത്, പിന്നെ ഇവര് ബോഡി സ്വാപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മാനറിസും വരുന്നു. അവസാനം ഷറഫുദ്ദീൻ സുരാജേന്റെ ക്യാരക്ടറായിട്ട് മാറുമ്പോൾ പുള്ളി ഇങ്ങനെ നോക്കുന്ന ഒരു നോട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു ഫിലിമിൽ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഫണ്ണി മൊമെന്റ്സ് അല്ലെങ്കിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനത് പറഞ്ഞ ഓടിപ്പോയി അഭിനയിച്ച് ഓടിപ്പോയി. ആകെ 3 ദിവസമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിലാണെങ്കിലും ഇതന്നെ ഇപ്പൊ സുരാജേട്ടൻ എനിക്ക് ഇതേപോലെ കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. എന്നുവെച്ചാ അത് ബിക്കോസ് സുരാജേട്ടൻ. അപ്പൊ ആദ്യത്തെ അതിലെ ഷൂട്ട് നമ്മള് മറ്റേ കോളേജിലുള്ള സീനായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ഒരുമിച്ച് ഉള്ളൊരു സ്പേസിൽ അത് തന്നെ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ ഷർഫിന്റെ കൂടെ കൂടുതൽ കംഫർട്ടാ ഉള്ള. പിന്നെ അതില് എനിക്ക് എല്ലാ ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഒരു എന്തെങ്കിലും നമ്മൾ പുതിയത് പഠിക്കും. ഇപ്പൊ അനുചേട്ടനാണ് ഇത് ഷൂട്ട് ചെയ്ത് ഈ പടക്കള. അനുചേട്ടൻ ഭയങ്കര സീനിയർ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്. അപ്പൊ അനുചേട്ടൻ എങ്ങനെയാണ് സിനിമയെ കാണുന്നത്, പിന്നെ ഇവരൊക്കെ തന്നെ എക്സൈറ്റഡ് ആവുന്ന നമ്മളൊരു ഗുഡ് സീൻ ഇങ്ങനെ അനുചേട്ടൊക്കെ ഇങ്ങനെ പറയും, ഗുഡ് സീൻ. അതൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അവസാനം ഇപ്പൊ പൂജയും സുരാജായിട്ടും തമ്മിലുള്ള ഒരു സീൻ ഉണ്ട്. പുള്ളി എല്ലാം റിയലൈസ് ചെയ്ത് വന്ന് നിങ്ങൾ രണ്ടുപേരും സോഫയിൽ ഇരിക്കുന്ന ഒരു സീൻ. അപ്പൊ അതില് ആ ഒരു നറേഷനിൽ പറയുന്നുണ്ട്, നമ്മൾ എത്രയൊക്കെ വേറൊരാളാവാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മളാക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ പൂജയാക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ജീവിതത്തിൽ? ഒരു സമയത്ത് എനിക്ക് എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചു, ചിലപ്പോ അതായിരിക്കില്ല ഇപ്പം വേണ്ടുന്നത്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഒരു കാരണം ഫിക്സ് ചെയ്യാതിരിക്കാന്നുള്ളതാണ് ഇപ്പത്തെ ഒരു സ്പേസ്. എന്ത് കേട്ടാലും എന്തൊരു വിഷയമാണെങ്കിലും കുറച്ചൊരു സമയം എടുത്ത് ഇമ്പൾസീവായിട്ട് പെരുമാറാതിരിക്കുക, അതൊക്കെ ഓവർ ദ കോഴ്സ് ഓഫ് ടൈം റിയലൈസ് ചെയ്ത് വന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ചില ബേസിക് ട്രീറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയും ഇങ്ങനെ ഒരു പരിധി കൂടുതൽ ആരോടും താഴ്ന്നു നിൽക്കാനോ ഒന്നും പറ്റില്ല. അത് എത്ര വലിയ ആളാണോ അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് പറ്റുന്നത്രേ എനിക്ക് പറ്റുള്ളൂ. ബഹുമാനിക്കാം, പക്ഷെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഡിമാൻഡ് ചെയ്ത് ചോദിക്കുകയാണ്, അതൊന്നും പറ്റില്ല. റെസ്പെക്ട്ഫുൾ ആയിരിക്കും, അത് എല്ലാവരോടും ഒരേപോലെ ആയിരിക്കണം എന്ന് തോന്നുന്നു. ഒരാള് ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളും അല്ലെങ്കിൽ റോട്ടിൽ ഒരു കടയിലിരിക്കുന്ന ചേട്ടനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരോടും ഒരേ ബഹുമാനം. പക്ഷെ അതിങ്ങനെ ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് അങ്ങനെയൊന്നും എന്നെ കൊണ്ട് നടക്കൂല. അത് എന്റെ പേഴ്സണൽ ഇന്ററാക്ഷനിൽ ഞാൻ അത് ഉണ്ടാവും. പക്ഷെ ഈ ഓവർ ഡൂ ചെയ്യുന്ന പരിപാടി എനിക്ക് പറ്റില്ല. ഞാൻ പറയും, ഞാൻ എന്റെ ആത്മാഭിമാനം കെട്ടിപ്പിടിച്ച് ഇരുന്നോളാം എന്നുള്ള സ്പേസ് ആയിരിക്കും. പിന്നെ എനിക്ക് അധികം എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഞാൻ അപ്പൊ പറയും. ഞാൻ ഭയങ്കര സ്റ്റേറ്റ് ഫോർവേഡ്. എനിക്ക് അതിനുള്ളൊരു പേടിയും ഇല്ല. അത് കഴിഞ്ഞാൽ എനിക്കൊരു പണി പോയാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിരിക്കും. പിന്നെ വീട്ടുകാരും അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല മോളെ, അത് ഓക്കെയാണ്, ആ പറഞ്ഞാൽ നന്നായി എന്ന് പറയുന്ന ആൾക്കാരായതുകൊണ്ട് ഒന്നും പേടിക്കാറില്ല. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ആൾക്കാര് സ്വന്തം വില കളഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് പോകുന്നത്, ബെഗ് ചെയ്യുന്നത്. ഇപ്പൊ സിനിമയിലൊക്കെ തന്നെ കുറെ പേര് നമ്മള് ഷൂട്ടിംഗ് സെറ്റില് കാണും, ഒരു റോള്. പക്ഷെ ഇവർക്ക് അല്ലാത്ത ജീവിതത്തിൽ ഒരു നല്ല ജോലിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിക്കും, എന്തിനാണ്, ചിലപ്പോ അത് അവരുടെ ആഗ്രഹം കൊണ്ടായിരിക്കാം, പക്ഷെ ഇവര് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ അവരെ അങ്ങനെയല്ലായിരിക്കും ട്രീറ്റ് ചെയ്യുക. നമ്മളവര് വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരോട് ഇവരുടെ ഒരു പെരുമാറ്റത്തിന്റെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് എന്തിനാണ് ഇത് എടുക്കുന്നത്, ഇത്രക്കൊക്കെ എന്താണ് ഇതിനുള്ള, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വിട്ടിട്ട് ഒരു പരിപാടി
സെൽഫ് റെസ്പെക്ട് ആണ് സാറേ. സെൽഫ് റെസ്പെക്റ്റ് ആണ് മെയിൻ. അത് എവിടെയാണെങ്കിലും അത് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാര്യത്തില്. വീട്ടുകാര് ഭയങ്കര സപ്പോർട്ടീവാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ എന്ത് ലോ ഫേസിലും ചേർത്ത് പിടിക്കുന്നത് അവരാണോ? ലോ ഫേസ് എന്ന് പറഞ്ഞാല് ചേർത്ത് പിടിക്കുന്നതിനെ കാട്ടി നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ വീട്ടിൽ അടിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ അമ്മയ്ക്ക് തന്നെ ടെൻഷനാവും. ഇപ്പൊ 2 മാസം ഷൂട്ടില്ലാണ്ട് വീട്ടിലിരിക്കുമ്പോ അമ്മയ്ക്ക് ഇങ്ങനെ അയ്യോ ഇതെന്താന്നും വരാത്തേ എന്നൊക്കെ ഉള്ള സംസാരമൊക്കെ. എന്താണതിപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യും, വേറെ പണി നോക്കേണ്ടി വരും, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പൊ അവർക്കാണ് കുറെ കൂടെ അത് വരുമല്ലോ ഇപ്പൊ മഴയിൽ എനിക്കാണ് ഈശ്വരൻ ഞാൻ വേറെ പണി നോക്കി പോകേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള ചിന്ത വരാറ്. പക്ഷെ ഒരു വിശ്വാസം ഉണ്ടല്ലോ എൻ്റെ വീട്ടുകാര്, ഞാൻ ഇങ്ങനത്തെ കാരണം വെച്ച് ഞാൻ എവിടെന്നെങ്കിലും ഇറങ്ങി വന്നാൽ എനിക്ക് തിരിച്ച് സുഖമായിട്ട് വീട്ടിൽ പോവാം, അല്ലാണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള സ്പേസിലേക്ക് ഇരിക്കണം എന്ന് എൻ്റെ വീട്ടുകാർ ഒരിക്കലും പറയില്ല. അതിന് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. പിന്നെ എന്റെ ഇതേ പറഞ്ഞ പോലെ എന്റെ സെൽഫ് റെസ്പെക്ട് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയൊക്കെ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ സാധനങ്ങൾ കാണുമ്പോ നമുക്ക് തോന്നും ഇവർക്ക് നമ്മളെ കുറിച്ച് എന്തറിയാം, പക്ഷെ ഇവരൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ലട്ടറാണ്. അപ്പോ ചില ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ ഓ പൂജന ഞാൻ പറയും ഓ കുറെ നാളായാലോ കണ്ടിട്ട്. ചില നിന്നെ എപ്പോഴും കാണുന്നുണ്ട്, ഓ സിനിമയിലാണോ, അതിന്റെ സിനിമ ഇപ്പൊ 2 ഇറങ്ങിയുള്ളൂ എന്ന് പറയും. അല്ല റീൽസിൽ കാണുന്നുണ്ട്. അതിലെന്താണ് കാണുന്നത്? ഞാനാണെങ്കിൽ ഇത് തുറക്കാത്തതുകൊണ്ട് എന്റെ അൽഗോരിതത്തിലോട്ട് ഇത് വരൂല. അപ്പൊ അവരാണ് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഞാൻ പറയും അതെയോ. അപ്പൊ ഞാൻ എന്തറിഞ്ഞിട്ടാണ്? അപ്പൊ അവര് എപ്പോഴും എന്തെങ്കിലും ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ചൂസ് ചെയ്യും, അത് കാണിക്കാൻ ശ്രമിക്കും. പിന്നെ ഇതിനെല്ലാത്തിനും റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പോയാല് അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ ഇവരെയൊക്കെ കാണുമ്പോ എന്തൊക്കെയുണ്ട് വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ, ആ മൂഡിലാണ്. എന്നാലും അവര് ചേച്ചി ഇന്ന് ഇങ്ങോട്ട്, ചേച്ചി ഇന്ന് ഇപ്പൊ ഫ്രണ്ട്ലി ആയി അവരുടെ അടുത്ത്. പക്ഷെ നമ്മൾ മാത്രമേ ഫ്രണ്ട്ലി ആവുന്നുള്ളൂ, അവർക്ക് അവരുടെ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ ഓൺലൈൻ മീഡിയാസിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ എവിടെ പോയാലും അവരായിട്ടുള്ള ഒരു വിയേർഡ് കണ്ടന്റ് ഇടുന്നു. അപ്പൊ ചേച്ചി ഒരു അവാർഡ് മേടിക്കാൻ പോയ സമയത്ത് അതിന്റെ ഒരു ക്യാപ്ഷൻസ് ഒക്കെ വന്ന് പുള്ളിക്കാരി ഉറങ്ങി എണീറ്റ് നേരെ പോയതാണോ അവാർഡ് മേടിക്കാൻ, പൂജ ഓടി വരുന്നത് കണ്ടോ, പൂജ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണോ, മാക്സി ഇട്ട് വന്നതാണോ, ആ രീതിയിലൊക്കെയുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ട്. അപ്പൊ ആ കമന്റ് കാണുമ്പോ ഇവര് എന്തിനാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നതൊക്കെ തോന്നിയിട്ടുണ്ട്. അത് ആക്ച്വലി എനിക്ക് ആ റീൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. എന്താന്ന് വെച്ചാല് അതിന് തൊട്ട് മുന്നേ എന്തോ കൈ കാണിച്ചു, എന്തോ സ്ലീവ്ലെസ് ഇട്ടതിന്റെ ഇതിന് വൃത്തിയിട്ട് ഇവര് വൃത്തിയായിട്ട് കുപ്പായിട്ട് വന്നേക്കണു എന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് അങ്ങ് പോയി കളയാം, ഇനി ആർക്കും വിഷമം വേണ്ട. അപ്പൊ പിന്നെ ഇതിനും പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എനിക്കൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും പറയുമല്ലോ. അപ്പൊ എനിക്ക് തന്നെ സ്വയം റിയലൈസ് ചെയ്തതാണ് ആ മൊമെന്റില് ഇവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദേ ആർ നോട്ട് ഗോയിങ് ടു ബി പ്ലീസ്ഡ്, ദേ വിൽ ഓൾവേസ് ഫൈൻഡ് സംതിങ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്നതാണ് അതിന്റെ മെയിൻ. അത് ഞാൻ വീട്ടുകാരെയും കൺവിൻസ് ചെയ്തു. അപ്പൊ പിന്നെ എല്ലാവരും കൺവിൻസ്ഡ് ആണ്. എന്നുവെച്ചാൽ ഇത് എന്നിട്ടാലും ഇതേപോലെ ഞാൻ വേറെ ഏതൊരു പരിപാടിക്ക് പോയിട്ട് രേഖ ചേച്ചിയുടെ കൂടെ ഒരു റീല് ഭയങ്കര ഇട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം രേഖ ചേച്ചി നമ്മൾ ചെറുപ്പം തൊട്ടേ FTQ എന്നൊക്കെ കണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണല്ലോ. നമുക്കൊക്കെ അവരെ ഭയങ്കരമായിട്ട് ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ എന്തോ ചെയ്തപ്പോ ചേച്ചി എന്നോട് പറഞ്ഞു മോള് അത് നീ ചെയ്ത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എക്സൈറ്റഡ്, ഞാൻ എന്തോ തുള്ളി. ഇത് മാത്രം എടുത്ത് റീലിട്ട ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റും നമ്മുടെ അപ്പൊ തുള്ളി കളിക്കുന്ന പൂജ മോഹൻരാജിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കും അപ്പൊ അതെന്താ എനിക്ക് തുള്ളി കളിക്കാൻ പാടില്ല. അതല്ല, അതിന്റെ കമന്റ് എന്ന് പറഞ്ഞാല് അത് എനിക്ക് ഫുൾ സ്ലീവ് ഷർട്ടാണ് ഞാൻ ഇട്ടേക്കണത്. സുഡിയോ എന്നൊക്കെ ഉള്ള ഷർട്ടാണോ ഇടുന്നതെന്ന് ഞാൻ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് പറഞ്ഞാലും അതെ. അപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മളായിട്ട് തന്നെ ഇരിക്കുക, ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കൺവിക്ഷൻ വന്നു ആ റീല് കാരണം. പക്ഷെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇവരെല്ലാരും നമ്മളെ പ്രൈവസിയിൽ ഭയങ്കരമായിട്ട് നുഴഞ്ഞു കയറുന്ന പോലെ മറ്റേ സൂക്ഷ്മദർശിനി ആവുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? അയ്യോ അത്രയ്ക്ക് അങ്ങനെ ഇവര് ഇങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലത്ത് അങ്ങനെയൊന്നും വരാം. ഇതിപ്പോ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടെങ്കിലാണ് ഇവരൊക്കെ
പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ അതിനോട് റെസിസ്റ്റ് ചെയ്യാത്തതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. റെസിസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഇവര് ഓടിപ്പിടിക്കാനൊക്കെ നോക്കും. ഇത് അവരായിട്ട് ചില്ല് ചെയ്ത് ഇതിന്റെ ഭാഗമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്കത് കംഫർട്ടബിൾ ആവാൻ സമയം എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കംഫർട്ടബിൾ ആയി. എന്താ വെച്ചാൽ ഇവരൊക്കെ സ്ഥിരം കാണുന്നതാണല്ലോ, എല്ലാരും പേരൊന്നും അറിഞ്ഞൂടെങ്കിലും ഇവര് ഈ മീഡിയ, ഇവര് ആ മീഡിയ. ചിലർക്ക് മുഖം കണ്ടാൽ നിങ്ങൾ വിചാരിക്കില്ല ഇവർക്ക് ഇങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഉണ്ട്, ഇങ്ങനത്തെ വീഡിയോസ് എടുത്ത് ഇങ്ങനത്തെ കമന്റ് ഇടാൻ. കണ്ട പാവം. അപ്പൊ നമുക്ക് അവരൊക്കെ കണ്ട എങ്ങനെ മര്യാദക്ക് ചിരിക്കാനേ തോന്നുള്ളൂ അവരോടൊക്കെ. പക്ഷെ ഇടുന്ന കണ്ടന്റ് വരുമ്പോഴാണ് എന്റെ മോനെ. അപ്പൊ നമ്മള് കാണുന്ന പോലെയല്ല മനുഷ്യന്മാരെന്നും നമ്മൾ തിരിച്ചറിയുന്നൊരു മൊമെന്റാണ്. പക്ഷെ അതിന് അങ്ങനെ വിട്ടാ മതി. അങ്ങനെ ജീവിതത്തില് ഏറ്റവും തോന്നിയൊരു തിരിച്ചറിവ് എന്താണ് ഈ ഒരു സംഭവം അല്ലാതെ? അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഈ നേരത്തെ ചോദിച്ചില്ലായിരുന്നു സിനിമ നടിയായി കഴിഞ്ഞിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മളെക്കാട്ടി മുന്നേ സിനിമയിൽ ചെറിയ രീതിയിൽ വന്ന ആൾക്കാരുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, പടം പൊട്ടിപ്പോയ ആൾക്കാരുണ്ട്. അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. അപ്പൊ ഞാനിങ്ങനെ ഒരു സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലത്തോളം ഞാൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ വെക്കേഷന് മാത്രമാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ പഠിച്ച മൊത്തം ആദ്യം ഡൽഹിയിലാണ്, പിന്നെ ഡ്രാമ സ്കൂളിൽ പഠിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് കൊച്ചിയായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. നനക്കാൻ വരുന്നു, കിടന്നുറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, തിരിച്ച് തൃശ്ശൂര് പോണു, പിന്നെ സിംഗപ്പൂരാ പഠിച്ചത്. അപ്പൊ തിരിച്ച് കൊച്ചിയിലോട്ട് വരുമ്പോ കൊച്ചിയിൽ അങ്ങനെ അറിയാവുന്ന ആൾക്കാരോ ഒന്നുമില്ല. അപ്പൊ കുറെ ആൾക്കാര് നമ്മള് നേരത്തെ അറിയുന്ന ആൾക്കാർ തന്നെ അവര് സിനിമക്കാരായിട്ട് ബന്ധങ്ങളുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മള് നോക്കിയിട്ട് ഒന്നുമില്ല ഉണ്ടെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു. നമ്മളിവരോട് ഫ്രണ്ട്സ് കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു അറിയുന്ന ആൾക്കാർ മീറ്റ് ചെയ്തതിന്റെ സന്തോഷത്തിലും പെരുമാറുമ്പോ ഇവരെന്തോ ആ രീതിയിൽ സംസാരിക്കും. കുറെ പേർക്ക് നമ്മളോട് ചിരിക്കാൻ മടി. ചിരിക്കേണ്ട ഒരു എനിക്കും ഈ ചിരിക്കുന്ന സ്വഭാവമില്ല, അതുകൊണ്ട് ഞാൻ ചിരിക്കണ്ട. പക്ഷെ ഒരു കാണാത്ത ഭാഗത്തില് എങ്ങനെ ഇവര് കാണാത്ത ഭാഗത്തിൽ എങ്ങനെ പോവാം, അങ്ങനെയൊക്കെയുള്ള ഇത്. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇങ്ങനത്തെ കുറെ പേര് നീ സെറ്റായല്ലേ, നീ അടിപൊളി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ ഇങ്ങോട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇവര് എങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ അത് എനിക്ക് ഭയങ്കര രസമായിട്ട് കൊള്ളാട്ടോ, ശരി പറയാട്ടോ. അല്ല, എന്റെ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ പറയുകയും ചെയ്യും വല്ലതും വന്നാ. പക്ഷെ അതല്ല, ഇത് എനിക്കൊക്കെ അത് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് പെരുമാറുന്ന എനിക്ക് മനസ്സിലാവൂല. അതൊരു ഉടുപ്പൊക്കെ വേണ്ടേ, അതുണ്ടാവില്ല. അതാണ് ഈ സെൽഫ് റെസ്പെക്ട്. അത് അപ്പൊ പെട്ടെന്ന് ഒരാള് ഇച്ചിരി ഒന്ന് ഫേമസ് എന്നുള്ളൊരു ആവുമ്പത്തേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു ഇനിയിപ്പൊ എനിക്ക് തെറ്റിയതാണോ, ഇത് ഇവരെന്നെ ആയിരുന്നില്ലേ എന്നൊക്കെ തോന്നില്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പം കിട്ടുന്നുണ്ട്. സന്തോഷമുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ. പക്ഷെ അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ജാതകം സിനിമ അഭിനയിച്ചല്ലോ, അതില് കണ്ണൂർ സ്ലാങ്, ആ ഒരു മലബാർ സ്ലാങ് ആണ് പിടിച്ചിട്ടുള്ളത്. അത് ഈ സ്ലാങ് പിടിക്കാൻ എന്തെങ്കിലും പ്രിപ്പറേഷൻസ്? ആക്ച്വലി എന്റെ നേറ്റീവ് കണ്ണൂരാണ്. ഞാനും കണ്ണൂരാണ്. എന്റെ തറവാട് പയ്യന്നൂരാണ്. പക്ഷെ ഞാൻ കൊച്ചിയിലെ വളർന്നത് മൊത്തം കൊച്ചിയില്ല. അപ്പൊ എനിക്ക് പേഴ്സണലി ഇങ്ങനെ സംസാരിക്കുമ്പോ അത് വരില്ല. എന്റെ അമ്മ ഒക്കെ ഇപ്പോഴും 25-26 കൊല്ലമായി കൊച്ചിയില്, എന്നിട്ടും ഒരു മാറ്റമില്ല ഭാഷയില്. അപ്പം എനിക്കത് ആ ഒരു ഏരിയയിൽ പോകുമ്പോ എനിക്ക് വ്യത്യാസം മീൻസ് പറയാൻ പറ്റും. നാട്ടിൽ പോകുമ്പോ വീട്ടില് സംസാരിക്കുമ്പോൾ. പക്ഷെ ഇതിന്റെ ഒരു ജാതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്, കണ്ണൂർ തന്നെ കുറെ ഭാഷയുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പയ്യന്നൂര് ഭാഗത്ത് ഭാഷയാണ്, പയ്യന്നൂര് കണ്ണൂർ. ഇത് കൂടുതൽ തലശ്ശേരി പാട്യം, തലശ്ശേരി പോലെ പാട്യം ആ ഒരു ലൊക്കാലിലുള്ള. അപ്പൊ ചില വാക്കുകള് ഞാൻ പോലും ഇങ്ങനത്തെ പ്രയോഗം കേട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ റൈറ്റർ രാകേഷ് ഏട്ടനാണെങ്കിലും ഇപ്പം മോഹനേട്ടനാണെങ്കിലും ഒക്കെ ഇവരൊക്കെ അവിടെ തന്നെ ആൾക്കാരാണല്ലോ. അപ്പൊ അവരിത് കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതിപ്പോ എനിക്ക് മാത്രമല്ല, ഇപ്പൊ ഞാൻ കുഞ്ഞികൃഷ്ണൻ മാഷ് ഇവരും ഒക്കെ തലശ്ശേരി ഭാഗത്തുള്ളതാണ്. പിന്നെ അതില് രജിതേച്ചി,
ടിഡിറ്റിലെ മുൻസിന്റെ അമ്മയാണ്. അപ്പൊ ഇവര് കാഞ്ഞങ്ങാട് ആ ഭാഗത്തൊന്നും ഇല്ലാത്ത ഭാഷയാണ് ഈ ഭാഗത്തുള്ള ഭാഷ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. കണ്ണൂര് എല്ലാം കൂടെ ഒറ്റ ഭാഷയില്ല എന്ന് ഞാനൊന്ന് മനസ്സിലാക്കി. നമ്മള് ഫ്രണ്ട്സ് എല്ലാരും കൂടിയിട്ടാണ് ഒരു ജാതകം നമ്മൾ ലാപ്പിൽ ഇരുന്നിട്ടാണ്. അപ്പൊ ഇതിൽ ഓരോ വേർഡ്സ് വരുമ്പോ എന്റെ അടുത്ത് നീ കണ്ണൂരല്ലേ, ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ പറയും എനിക്കറിയാൻ പാടില്ല. അതാണ് അത് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവും. ഇതേപോലെ തന്നെ എനിക്ക് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള പടം ഒരു ആന്തോളജി ഉണ്ട്, ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ കുഞ്ഞിലയുടെ പടം അസംഘടിതർ എന്ന് പറഞ്ഞ പടം. അപ്പൊ അവിടെ കോഴിക്കോടാണ്. അപ്പോ കുഞ്ഞില പറഞ്ഞ ഇതല്ല കണ്ണൂരല്ല വേണ്ട, കോഴിക്കോട് വേണ്ട. ഞാൻ പറഞ്ഞു ഇതിന് വ്യത്യാസം ഉണ്ടോ തോന്നൂലേ. അപ്പം അപ്പൊ കുഞ്ഞിലാണ് എനിക്കത് കൃത്യാക്കി തന്നത്. കണ്ണൂരല്ല കോഴിക്കോട്, അവിടെയും വ്യത്യാസം ഉണ്ട്. ഇപ്പൊ പോകുമ്പോ കേൾക്കുമ്പോ എനിക്ക് വ്യത്യാസം മനസ്സിലാവുന്നെങ്കിലും ഉണ്ട്. പണ്ട് കേട്ടാലും എല്ലാം ഒരേപോലെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് അപ്പൊ ആ ഒരു പടത്തിലാണ് ഈ കോഴിക്കോട് തന്നെ 2-3 ഉണ്ട് ഓരോ ഏരിയയിലുള്ള പ്രിഡോമിനന്റ് ആയിട്ട്. അത്രയും കോംപ്ലക്സ് ആണ് ഈ ഭാഷയുടെ കാര്യം. പക്ഷെ ആളുകൾ വിചാരിക്കും മലബാർ എല്ലാം ഒരു ഭാഷയാണ്. അല്ല, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് പോയാലേ തിരുവനന്തപുരത്ത് തന്നെ പല ഭാഷയുണ്ട്. പക്ഷെ അങ്ങ് തെക്കോട്ടെത്തുമ്പോ വേറെ ഭാഷയും ഈ കൊല്ലത്തോട്ട് ഭാഗത്ത് വേറെ ഭാഷയാണ്. അപ്പൊ അതില് തന്നെ തിരുവനന്തപുരത്തും ഇതേ പ്രശ്നമുണ്ട്. കാസർഗോഡ് ഭാഷ നമുക്ക് കേട്ടാലും മനസ്സിലാവില്ലല്ലോ. അതെ, കണ്ണൂരാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അവര് കുറച്ചുകൂടി ഭയങ്കര സ്പീഡായിട്ടാണ് സംസാരിക്കുക. അപ്പൊ ആ വ്യത്യാസമുണ്ട്. അത് പിന്നെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൾക്കാർ നമുക്ക് അതിനുള്ള സപ്പോർട്ട് തരുന്നോണ്ട് നമുക്കത് ചെയ്ത്. പക്ഷെ നമ്മളിങ്ങനെ പിക്കപ്പ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം എന്നുള്ള ഒരു സ്ഥാനം മാത്രം. ഇപ്പോ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഡ്രാമാസ്, ഇഷ്ടങ്ങൾ, പ്രണയങ്ങൾ. അപ്പൊ റിലേഷൻഷിപ്പിന്റെ ഡെഫിനിഷൻ തന്നെ മാറുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊന്നും മറ്റേ ഈ ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമുക്ക് അറിയില്ല. ഇത് എന്താണ് സാധനം, എന്താണ് ഈ ടോക്സിക്, റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ആരോ ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പിൽ എങ്ങാനും ചോദിച്ചു വാട്ട് ആർ യുവർ റെഡ് ഫ്ലാഗ്സ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ്സ് എന്ന്. അപ്പൊ ഇവനിത് ശരിക്കും അറിയാൻ പാടില്ല, റെഡ് ഫ്ലാഗ് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇവൻ കുറെ റെഡ് ഫ്ലാഗ് സെർച്ച് ചെയ്ത് ഇമോജി അങ്ങോട്ട് ഫ്ലാഗിന്റെ ഇമോജി ഒക്കെ ഇട്ടുകൊടുത്ത കുറച്ചു കാലം മുൻപ് ആ കഥകളൊക്കെ ഉണ്ട്. ശരിക്കും പൂജേനെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അത് എനിക്ക് തോന്നുന്നു ഒരു പരിധി, ഒരു സർട്ടൻ ലെവൽ ഓഫ് അവയർനെസ് എത്തി കഴിയുമ്പോൾ നമുക്ക് ചിലതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ചിലര് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ ഒരു ഫ്രണ്ട് സ്പേസിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ റിലേഷൻഷിപ്പ് സ്പേസിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. പണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കെട്ടിപ്പോയി കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെയാണ്, എല്ലാം ഭാവിയിൽ ശരിയാവും എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിപ്പത്തെ അല്ലേ? അല്ല, അതൊന്നും ചിലത് അടിസ്ഥാനപരമായിട്ടുള്ള ചില ട്രേറ്റ്സ് ഒന്നും മാറൂല. അപ്പൊ അത് നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ അതാണല്ലോ ഈ റെഡ് ഫ്ലാഗ്. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതും ആവാം, എന്റെ സംബന്ധിച്ച് എനിക്കത് റെഡ് ഫ്ലാഗ് ആവാം. അപ്പൊ അത് ഒഴിവാക്കുക. അപ്പം ഇത്രയും ഇപ്പൊ പറയുന്ന വെച്ചാല് ഇത്രയും സ്വന്തമായി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഉള്ള കാലഘട്ടം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകളുള്ള കാലഘട്ടം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സിംഗിൾ വിമൻ ഉള്ളത്. അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ അവർക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ കിട്ടിയാൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. പക്ഷെ എനിക്കൊന്ന് കൂടുതൽ ആണുങ്ങൾക്കും അപ്പൊ അങ്ങനത്തെ സ്ത്രീകളായിട്ട് ശീലമില്ല. അവര് കണ്ട് വളർന്ന റിലേഷൻഷിപ്സും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു സ്പേസ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ യങ്ങർ ആയിട്ടുള്ള ചെക്കന്മാർക്കൊക്കെ ഇത് കുറച്ചും കൂടെ അവയർനെസ് കൂടുതലാണ്. ഒരു 90s കിഡ്സ് കഴിഞ്ഞ ഒരു ജെൻസി ആ ഒരു തലമുറയിൽ കുറച്ചും കൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ ഒരു അവയർനെസ് ഒക്കെ ഉണ്ടെന്ന് തോന്നും.
പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ചെക്കന്മാരായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇവൻ എൻ്റെ ഫ്രണ്ട് ആണമ്മ, അവൻ അവൻ്റെ ഫ്രണ്ട് ആണമ്മ നമ്മൾ പറയും. പക്ഷെ ചെക്കന്മാർക്ക് അത് വീട്ടിൽ പോയിട്ട് പറയാൻ പേടിയായിരിക്കും, ഗേൾസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ PTA മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ ഇവന്മാരൊക്കെ നമ്മളെ മൈൻഡ് ചെയ്യാണ്ടൊക്കെ നടക്കും. പക്ഷെ അതേ സമയത്ത് നമ്മളെ അമ്മമാരെ പരിചയപ്പെടുത്തി കൊടുക്കാനായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ചിലപ്പോൾ അവരുടെ വീട്ടിൽ അത് പ്രശ്നമായിരിക്കാം, പ്രശ്നമായ രീതിയിൽ സംസാരിക്കാൻ ഉണ്ടാവായിരിക്കും. പിന്നെ ഇവന്മാരൊക്കെ കോളേജിൽ എത്തി കഴിഞ്ഞ ശേഷമാണ് ഇവര് കംഫർട്ടബിളി അവരെ വീട്ടിൽ കൂടുതൽ വിളിക്കുന്നു, അമ്മ ഇതെന്റെ ഫ്രണ്ടാണെന്ന് പറയാനുള്ള ധൈര്യം എത്തുമ്പോഴത്തേക്ക് 18-19 വയസ്സായിട്ടാണ് ഇവർക്ക് കംഫർട്ടബിൾ ആവുന്നത്. അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര ചമ്മല ഇതെന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് പറയായിരുന്നു അതൊക്കെ മോശം സ്വഭാവമാണ്, അങ്ങനെയൊന്നും പാടില്ല. എന്താണ് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്തിനാണ് ഇത്ര നാണക്കേടുന്നൊക്കെ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ പറയായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും വന്ന് പഠിക്കാൻ വരും. അമ്മയാണ് ഇവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇവരൊക്കെ ഫുട്ബോൾ കളിച്ചിറക്കുന്ന കാലഘട്ടത്തിലൊക്കെ ലാസ്റ്റ് പരീക്ഷയുടെ സമയത്ത് ഇരുന്ന് നോട്ട്സ് ചെയ്താലും ഒക്കെ എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്നു അതാണ്, അത് ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ആൾക്കാരെ വേണം ശ്രദ്ധിക്കാൻ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഐ തിങ്ക് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ അപ്ബ്രിങ്ങിങ്. അവര് കണ്ടിട്ട് ശീലിച്ചിട്ടുള്ള ഇപ്പൊ മൊത്തത്തിൽ വ്യത്യാസമാണ്. പിന്നെ ഈ ഇൻഡിപെൻഡൻസ് ഓഫ് വിമൻ അത് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ. എനിക്ക് തോന്നുന്നു അത് ആവശ്യമാണ്. എന്തിനാണ് വെറുതെ സഫർ ചെയ്യുന്നത്? പൂജ ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഈ ഒരു പൊളിറ്റിക്കൽ വ്യൂ കിട്ടിയത് ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജ്? നമുക്ക് വീട്ടിൽ നിന്നല്ലേ കിട്ടുന്നത് ഇതൊക്കെ. ഞാനങ്ങനെ ഭയങ്കര പൊളിറ്റിക്കലായിട്ടൊന്നും സംസാരിക്കാറൊന്നുമില്ല. എന്താ വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങളോട് നമുക്ക് ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ അത് പിടിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. ചില കാര്യങ്ങള് എല്ലാ കാര്യത്തിലും പ്രതികരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എന്നുവെച്ചാല് എനിക്ക് പേഴ്സണലി ഹിറ്റ് ചെയ്യുന്ന സാധനങ്ങളല്ലേ ഞാൻ പ്രതികരിക്കുക. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഇൻസ്റ്റഗ്രാം മറ്റേ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള സമയത്ത് കുറെ പേര് ഇപ്പൊ ഒന്നിന് പ്രതികരിച്ചാൽ മറ്റേതിനും പ്രതികരിക്കണം, അങ്ങനത്തെ ഒരു നിർബന്ധം. ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. അവര് ചെയ്യുന്നുണ്ടോ അങ്ങനെ? ഈ ചോദിക്കുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടോ? എന്തിനാണ് അവരുടെ വിഷയത്തിന് ആ വിഷയത്തില് ഓക്കെ ആയിരിക്കും, എനിക്കതിനെ കുറിച്ച് അറിയില്ലായിരിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഏതോ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ സ്വൈപ്പ് ഇത് നോക്കിയില്ല, ഏതോ ഒരു ഫോട്ടോ, അതില് 5-6 ഫോട്ടോസ് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതില് ഒരാള് നമ്മുടെ എന്തോ BJPയുടെ എന്തോ ഒരു മന്ത്രിയോ എന്തോ ആയിരുന്നു. അവരാണ് ആ സമയത്ത് ഇങ്ങനെ സ്പോർട്സുകാരുടെ ഇടയിൽ ഈ റെസ്ലിങ്ങിന്റെ ഒരു കേസൊക്കെ നടക്കുന്ന സമയമായിരുന്നു. ഇയാളുടെ പേരും ഒക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വിവരക്കേട് തന്നെയാണ്, എനിക്ക് ഇയാളെ കണ്ടറിയില്ല, പേര് അറിയാം, ഇയാളെ കണ്ട ഇയാളാണ് ഇന്ന മന്ത്രി എന്ന് എനിക്കറിയില്ല. എനിക്കറിയണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവണം ഒരു ഗ്യാരണ്ടി ഇല്ല. എന്നിട്ട് എൻ്റെ അടുത്ത് എനിക്കറിയാവുന്ന ആളെന്നെ, എന്നെ കുറിച്ച് അറിയാവുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞേക്കാണ്, നാണമില്ലല്ലോ നിങ്ങളൊക്കെ ഭയങ്കര ഡബിൾ ഫേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, മറ്റേതാണ്. ഞാൻ ചോദിച്ചു വാട്ട് ഓഡാസിറ്റി ഡു യു ഹാവ്? ഇപ്പൊ ഞാനൊരു സിനിമയിൽ അഭിനയിക്കാത്ത ആളാന്ന് വെച്ചോ, നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയൂ? ഇല്ലല്ലോ. ഇത് ഇങ്ങനെ എന്ത് പറഞ്ഞാലും കൊണ്ട് കുറ്റം പറയാം, എളുപ്പമാണ്. ഞാൻ തിരിച്ചു അപ്പൊ ബ്ലോക്ക് ചെയ്ത് ഞാൻ. നമ്മള് ചിലപ്പോ ഇങ്ങനെ സ്വൈപ്പ് ഇഷ്ടമുള്ള ആക്ടേഴ്സ് ആയിരിക്കും, ഇവരുടെ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഇത് അതിനൊന്നും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഓരോ ഓപ്പോസിറ്റ് ഐഡിയോളജിയിലെ ആൾക്കാരെ ഞാൻ റെസ്പെക്ട് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്കതാണ് എൻ്റെ ഒരു രീതി. നമ്മള് ക്യാൻസൽ കൾച്ചറാണ് ഇവിടുത്തെ മെയിൻ ഇപ്പം. അപ്പൊ അതും ഇൻടോളറൻസ് അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്ന, എനിക്ക് പേഴ്സണലായിട്ട് പ്രതികരിക്കണമെന്ന് തോന്നുമ്പോൾ എന്റെ വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയതിന് ഞാൻ പ്രതികരിക്കും, അല്ലാത്തതിന് ഞാൻ പ്രതികരിക്കൂല. ഇനി ഇന്നിപ്പോ പ്രതികരിക്കാൻ നിർത്തണം തോന്നിയ ഞാൻ നിർത്തും. എന്ന് വെച്ചാൽ ഞാനൊരു ആക്ടിവിസ്റ്റോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ജോലി ഇതാണ്. അപ്പൊ എനിക്ക് അതില് ഇപ്പൊ തിരക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പം ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് ഇൻസ്റ്റഗ്രാമോ ഒന്നും തുറക്കത്ത് പോലുമില്ല. ഞാൻ വേറൊരു മൂഡിൽ പോവും.
അപ്പൊ പിന്നെ എനിക്ക് എല്ലാ വിവരവും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ അത്രയും വിവരമുള്ള ആളായിട്ട് എന്നെ തോന്നുന്നുള്ളൂ. ചിലപ്പോ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അല്ല, എനിക്കറിയില്ല. അത് പണ്ടൊക്കെ ഒറ്റ ന്യൂസ് സോഴ്സ് ഒക്കെ ഉള്ളൂ, 2-3 ന്യൂസ് സോഴ്സേ ഉള്ളൂ. ഇപ്പൊ വായിക്കുന്ന പത്രം, കേൾക്കുന്ന വാർത്താ ചാനലുകൾ, വേറൊരു സോഴ്സ് ഓഫ് ന്യൂസ് ഇല്ല. ഇപ്പൊ കൊറേ സോഴ്സസ് ഉണ്ട് ഓൺലൈനിൽ വരുന്നതും, അതിലും ഫേക്കും ഫേക്ക് അല്ലാത്തതും, പിന്നെ മിസ്ഇൻഫർമേഷനും. ഇതൊക്കെ വീഡ് ഔട്ട് ചെയ്തിട്ട് ഏതാണ് ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അതില് നമുക്ക് തീരുമാനിക്കാൻ, നമുക്ക് ഒരെണ്ണം വിശ്വസിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ്, ഇതായിരിക്കും ശരി എന്നുള്ള ആ ഒരു പ്രോബബിലിറ്റിന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ആൾക്കാരെ ഇങ്ങനെ ജഡ്ജ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നത് വളരെ, പിന്നെ അതൊരു ഡിഫമേഷൻ സ്പേസിലോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ആരും സംസാരിക്കാൻ വന്നാൽ അപ്പം ഞാൻ ബ്ലോക്ക് ചെയ്യും. അതാണ് എൻ്റെ. ഈ ഒരു ഫെയിം ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? ഞാൻ അത്ര ഫേമസ് ഒന്നും അല്ല ബൈ ദ വേ. പക്ഷെ ഈ ഒരു ജോലിയുടെ കോൺസിക്വൻസ് ആണ്. അത് ഉണ്ടായാലേ മുന്നോട്ടൊരു വഴിയുള്ളൂ. എവിടെയെങ്കിലും വെച്ച് അത് നിന്നു പോകും. അത് അത്യാവശ്യമാണ്. ഈ സിനിമയിലാണ് നിൽക്കണമെങ്കിൽ ഫെയിം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫാൻസ് വന്നു പുതിയ അങ്ങനെയല്ല. നമ്മളെ കുറിച്ച് 4 ആൾക്കാർ അറിയണം, നമ്മുടെ വർക്ക് ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചിട്ടാണ് സിനിമയിൽ നമുക്ക് വില ഉണ്ടാവുന്നത്. നമ്മൾ വർക്ക് സ്പേസിൽ നമുക്ക് വില ഉണ്ടാവുന്നത് നമ്മൾ ആൾക്കാർ തിരിച്ചറിയുന്നത് തന്നെയാണ്. അല്ലാതെ എത്രയോ സിനിമകളിൽ അഭിനയിച്ച ആൾക്കാരുണ്ട്, ചില ആൾക്കാരെ നമ്മൾ അറിയത്ത് പോലുമില്ല. നമ്മൾ എത്രയോ കഥകൾ കേട്ടിരിക്കുന്നു. നമ്മുടെ കൂടെ അഭിനയിക്കുന്ന കുറെ ആൾക്കാരുടെ കഥകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു 19-60 സിനിമ അഭിനയിച്ചിട്ടും ആൾക്കാർ അറിയാത്ത ആൾക്കാർ. പക്ഷെ ആ ഒരു ജേണിക്ക് നമ്മൾ ആൾക്കാരെ അറിയുക, റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് അവസ്ഥ തന്നെയാണ്. അതൊരു ബാധ്യതയായിട്ട് ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ യൂസ്ഡ് ആയിരിക്കില്ല, ഇങ്ങനെ ആൾക്കാർ നോക്കുന്നതൊക്കെ യൂസ്ഡ് ആയിരിക്കില്ല. പക്ഷെ അതൊന്ന് ഇതിന്റെ കോൺസിക്വൻസ് ആണെന്ന് മനസ്സിലാക്കി കംഫർട്ടബിൾ ആയ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പെൺകുട്ടിയല്ല, നോർമലി എല്ലാ മനുഷ്യരെയും ആളുകൾ പല രീതിയിൽ ഷെയിം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബോഡി വെയിറ്റിന്റെ പേരിലായിരിക്കാം, നിറത്തിന്റെ പേരിലായിരിക്കാം, അങ്ങനെ ഒരുപാട് രീതിയിൽ ആളുകൾ ഷെയിം ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഈ ഷെയിം ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇപ്പൊ അതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എഴുതുന്നുണ്ട്, ജേർണലിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് നമുക്ക് തന്നെ കോപ്പപ്പ് ആയിട്ടുള്ള മെക്കാനിസം ഉണ്ട്. പക്ഷെ ഇപ്പോഴും കുറെ ആൾക്കാർ ആ ഒരു ഷെല്ലിന്റെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു ആളുകളെടുത്ത് പൂജയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? ഇപ്പൊ ഭയങ്കര പാവമായിട്ടിരിക്കുന്ന ആൾക്കാരെ തലേ കയറി ഇരിക്കാൻ നോക്കുള്ളൂ. അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ചിലപ്പോ പുറകെ ഇരുന്ന് കുറ്റം പറയാം, ഇവള് സഹിക്കാൻ പറ്റില്ല, ജാടയാ എന്നൊക്കെ പറയും. പക്ഷെ മുഖത്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. സ്വയം വർക്ക് ചെയ്യണം നമ്മളിൽ തന്നെ. നമ്മൾ തന്നെ ആ ഒരു കരുത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തണം. ഇത് ഞാൻ ഇങ്ങനെയാണ് എന്ന് തന്നെ തീരുമാനം എടുത്ത് അത് നമ്മൾ തന്നെ എഴുതി നമുക്കത് രജിസ്റ്റർ ആകുന്ന വരെ എഴുതിയോ അല്ലെങ്കിൽ പറഞ്ഞോ, അത് ഇനി തൊട്ട് ഇതാണ് ഞാൻ. പിന്നെ ഈ കൃത്യമായിട്ട് ഈ ബൗണ്ടറീസ് ഭയങ്കര ക്ലീശിയ വാക്കാണ് ഇപ്പോൾ, പക്ഷെ അതൊരു എസെൻഷ്യൽ കാര്യമാണ്. അത് നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആരാണെങ്കിലും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആന്റി, കുഞ്ഞമ്മ, അമ്മായി, ഇത് ആരും ആവാം. അപ്പൊ ആര് പറഞ്ഞാലും നിങ്ങൾ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ചിലതിന് ആവശ്യമുള്ളതിന് മാത്രം റെസ്പോണ്ട് ചെയ്യുക, ഇങ്ങനെ പറയുന്നതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അത് അങ്ങനെ നമ്മൾ സെൽഫ് വർത്ത് ഡെവലപ്പ് ചെയ്തെടുത്താലേ ഇതിനൊരു നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതില് കരഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പൊ മെന്റൽ ഹെൽത്തിന്റെ കാര്യമാണെങ്കിലും കുറെ പേര് ഇത് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പൊ ഇതിന് ഹെൽപ്പ് സീക്ക് ചെയ്ത് പോയിട്ട് സ്വന്തമായിട്ട് മാറ്റം വരുത്താൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുമല്ലാതെ ഇത് കാർഡായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഈ വർക്ക് ചെയ്താലേ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ജീവിക്കണ്ടേ? അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ജീവിക്കണം. അപ്പോൾ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കുറച്ച് ഫാമിലി ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് വെൽതി ആയിട്ടുള്ള സ്പേസസിലുള്ള ആൾക്കാർ ഇത് പലപ്പോഴും ഇതൊരു കാർഡായിട്ട് അവരുടെ ലേസിനെസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ കാർഡായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
എന്ത് പറഞ്ഞാലും ഇത് പക്ഷെ അല്ലാതെ സ്വന്തമായിട്ട് നിലനിൽക്കാൻ അവരെന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള സ്പെഷ്യൽ ആൾക്കാർ ഇവര് കൃത്യമായിട്ട് ഇവരെ തെറാപ്പിസ്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ റെഗുലർലി ചെയ്യുകയും എത്ര മരുന്ന് കഴിക്കുകയും അത് എന്നിട്ട് ജീവിതത്തില് ഒന്ന് മുന്നേറാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള അവരുടെ ഒരു സ്ട്രഗിളും കണ്ടിട്ടുണ്ട്. ചില സമയത്ത് അപ്പൊ യു ഷുഡ് വർക്ക് ഓൺ യുവർ സെൽഫ്. അല്ലാണ്ട് നമ്മൾ തീരുമാനിക്കാണ്ട് നമുക്ക് മാറാൻ പറ്റില്ല. ഇത് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം കരഞ്ഞുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ആൻഡ് ദിസ് ഇസ് ദി ഏജ് വെയർ വിമൻ ആർ ടേക്കിംഗ് ഏജൻസി. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് വന്നാലും നമ്മൾ എത്ര ട്രോമയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ അടുത്ത് ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോഗ്രാഫറിന്റെ എതിരെ. എന്നിട്ട് അറസ്റ്റിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ കുട്ടി ഒരു മാസം മുന്നേ എനിക്ക് ഇതേ പറഞ്ഞ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ആയ വീഡിയോ ഒക്കെയാണ്. അപ്പൊ ഈ കുട്ടി എനിക്ക് പേഴ്സണൽ ഇൻബോക്സിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന എന്റെ സുഹൃത്തായിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് ആ കുട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിക്ക് കേസ് കൊടുക്കണമെങ്കിൽ ഞാൻ പറയാം. കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആ വ്യക്തിയായിട്ട് എനിക്ക് ബന്ധമില്ല, പറയാനുമില്ല. അപ്പൊ ഈ കുട്ടിയാണെങ്കിലും ഒരു മാസം മുന്നേ എനിക്ക് കൃത്യമായിട്ട് ഈ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിക്ക് ആണെങ്കിൽ കേസ് കൊടുക്കാൻ എല്ലാ തെളിവുകളും ഉണ്ട്. അപ്പൊ ആ കുട്ടി പറയാണ് എനിക്ക് എൻ്റെ ജീവനിൽ പേടിയാണ്. ഞാൻ പറഞ്ഞു പൊന്നു കുട്ട, ലൈക്ക് അവന് ഈ പറഞ്ഞ വ്യക്തിക്ക് അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല. എന്നെ വന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യം അവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഫ് യു ആർ റെഡി, നമ്മൾ മെന്റലി റെഡി ആയിട്ട് ആവുന്ന സാഹചര്യം എന്തായാലും കേസ് കൊടുക്കണം എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി കേസ് കൊടുത്തു എന്നുള്ള കിക്കുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു ആ ജേർണി എടുക്കാൻ നമുക്ക് എങ്ങനെയാണ് ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അത് സെൻസിറ്റീവ്ലി നമ്മൾ ഡീൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഇതേ പറഞ്ഞ പോലെ എല്ലാത്തിലും നമുക്ക് കയറി പ്രതികരിക്കാനും പറ്റില്ല. നമുക്ക് നമ്മുടെ ഒരു പോസിബിലിറ്റി, നമുക്കൊരു സമയം, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളുണ്ട്. ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അവർക്ക് കുറെ പേരായിട്ട് ജോലി എടുക്കേണ്ടി വരും. അതിനൊന്നും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഇവര് ചിലപ്പോ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കും ഈ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ എല്ലാത്തിനും ഇങ്ങനെ ജഡ്ജ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയലല്ല ആക്ടിവിസം. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് ബെൽ ഹുക്സിന്റെ ഒരു പുസ്തകം, ഓൾ അബൌട്ട് ലവ്. ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഫെമിനിസ്റ്റുകൾ ഒന്നാണ് ബെൽ ഹുക്സ്. ഞാനൊരു ഫെമിനിസ്റ്റ്, കംപ്ലീറ്റ്ലി സോർട്ടഡ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ആണെന്ന് പറയില്ല. ഫെമിനിസ്റ്റിന് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് ഞാൻ പറയൂല. എന്താ വെച്ചാൽ അത്രയും കണ്ടീഷനിങ് ആയിട്ടൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബെൽ ഹുക്സിന്റെ പുസ്തകത്തിലൊക്കെ ഉള്ളൊരു സെൻസിറ്റിവിറ്റി ഉണ്ട്. എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു രീതി, അവരുടെ ഒരു സർക്കംസ്റ്റാൻസിനെ മനസ്സിലാക്കുന്ന ഒരു സ്പേസ്, അവിടെ നിന്നുകൊണ്ടാണ് ഇവര് അത് സൊസൈറ്റിയിലാവാം, കുടുംബപരമായിട്ടുള്ള ട്രോമാസ് ആയിരിക്കും, ട്രാൻസ്ജനറേഷണൽ ട്രോമാസ് ഉണ്ടാവും. അതൊക്കെ അംഗീകരിച്ചുകൊണ്ടിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ എനിക്കൊക്കെ അതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സെൻസിറ്റിവിറ്റിയാണ് നമ്മൾ ഇവിടെ മിസ് ചെയ്യുന്നത് ഇവിടുത്തെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേണം. ഇപ്പൊ മലയാള സിനിമ ഒരുപാട് മാറി, ഒരുപാട് മാറ്റത്തിലൂടെ സഞ്ചരിച്ചു. ഇനി എന്തൊക്കെയാണ് ഇപ്പൊ ടെക്നിക്കലി ആയാലും ഒരു എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മലയാള സിനിമയിൽ വേണ്ടത് എന്ന് പൂജയ്ക്ക് തോന്നുന്നു ഈ ഒരു ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ? എനിക്ക് എപ്പോഴും തോന്നുന്നത്, എനിക്ക് ഇവന്തോ കണ്ടന്റ് ഭയങ്കര അടിപൊളിയാന്ന് പറയുന്ന മലയാള സിനിമ, എനിക്കിപ്പോഴും തോന്നുന്നത് എഴുത്തുകാർ കുറവാ തോന്നുന്നുണ്ട്. നല്ല എഴുത്തുകാരുടെ ഒരു ക്ഷാമം. മീൻസ് പുറത്തുള്ള ആൾക്കാർ പറയും അല്ല മലയാളമാണ് ഏറ്റവും നല്ല കണ്ടന്റും എഴുത്ത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് എഴുത്തുകാരുടെ ഒരു ദാരിദ്ര്യം മലയാളത്തിനുണ്ടെന്ന്. ഒരു ഭയങ്കര സൂപ്പർഫിഷ്യൽ. പക്ഷെ ഒരു 80കളിലെ മലയാള സിനിമയ്ക്കൊന്നും ആ ദാരിദ്ര്യം ഇല്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. ഇപ്പത്തത് ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നരേറ്റീവ്, ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് മലയാള സിനിമ. നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട, അത്രയ്ക്കും ടാലന്റ്, മീൻസ് അത്രയ്ക്കും കഴിവുള്ള ആൾക്കാരാണ്.
പക്ഷെ എനിക്ക് ഒരു നല്ല നല്ല എഴുത്തുകാരുടെ ക്ഷാമമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉള്ളത് തന്നെ ഒരു നമ്മൾ പറയുന്ന 2-3 ആൾക്കാരേ ഉള്ളൂ. അല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു നല്ല കൺസിസ്റ്റന്റ്ലി നല്ല ഇപ്പൊ ശ്യാമുഷ്കരനെ പോലെയോ, ഒരു ശ്യാമുഷ്കരൻ കഴിഞ്ഞിട്ട് അതേപോലെ കൺസിസ്റ്റൻസി ഉള്ള എഴുത്തുകാർ നമ്മൾ എങ്ങനെയാ കണ്ടിട്ടുള്ളത്? ഇപ്പൊ ഷാഹി കബീർ ആണെങ്കിൽ നമ്മൾ പറയും ഒരു പെർട്ടിക്കുലർ ജോണർ ഓഫ് സിനിമ, അത് പുള്ളിക്കാരന്റെ കയ്യിൽ സേഫ് ആണ്. അത് കൺസിസ്റ്റന്റ്ലി നമുക്ക് പറയാം ഷാഹി കബീർ, ശ്യാം പുഷ്കരൻ. അല്ലാതെ നമുക്ക് ആരെയൊക്കെയാണ് നമുക്ക് എഴുത്ത് പറയാൻ പറ്റുന്നത്? എനിക്കൊന്ന് നല്ല എഴുത്തുണ്ടായാലും നമുക്കൊരു നല്ല ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു കണ്ടന്റ് വരുള്ളൂ. അത് സമൂഹത്തിനെയും പ്രതിഫലിക്കും, അതേസമയത്ത് ആ പറയുന്ന കാര്യത്തിനെയും പ്രതിഫലിക്കും. പണ്ടത്തെ ഒരു 80s 90s സിനിമകളിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതില്ല തോന്നിയിട്ടുണ്ട്. വാട്ട് ഈസ് സിനിമ ടു യു? എനിക്ക് എന്റെ ജോലിയാണ്, മൈ ഓഫീസ് സ്പേസ്. അല്ലെങ്കിൽ അല്ലാതെ ആസ് എ നോർമൽ ഓഡിയൻസ് എനിക്ക് വെറുതെ ഇരിക്കുമ്പം ഇങ്ങനത്തെ മഴയൊക്കെ പെയ്തൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും കണ്ടൊന്ന് സ്ട്രെസ് റിലീഫ് അടിക്കണം, സിനിമ കാണാം. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ എന്ന് പറയുന്ന പരിപാടിയാണ് സിനിമ. കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഞാൻ ഒറ്റയ്ക്ക് പോയി സിനിമ കാണുന്ന ആളാണ്. എനിക്ക് അതാ ഇഷ്ടം. എനിക്ക് ഇങ്ങനെ സൈഡിൽ ഇരുന്ന് ചവചപ്പാന്ന് ആരെങ്കിലും സംസാരിച്ചാൽ തന്നെ എനിക്ക് ദേഷ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സിനിമ കാണാൻ പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി കുറേ രസമായിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്കൊന്ന് ഇത്രയും ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എൻജോയ് ചെയ്യുന്ന വേറൊരു മീഡിയം ഇല്ല. അത് ചിലപ്പോൾ ഇവൻച്വലി അത് മാറുമായിരിക്കും. ഇപ്പൊ വരെ അത് സിനിമയാണ്. അത് അതിൻ്റെ ഒരു സ്കെയിൽ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. എന്താണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രേക്ഷകരോടായി ഒരു കാര്യം പൂജ ആസ് ആൻ ആക്ടർ പറയാനുള്ളത്? എല്ലാരും പറയുന്ന പോലെ സപ്പോർട്ട്, കണ്ട് അഭിപ്രായങ്ങൾ പറയാ, സപ്പോർട്ട് ചെയ്യാ, അതൊക്കെ തന്നെ. നിങ്ങളൊക്കെ സിനിമ കണ്ട് വർക്ക് ചെയ്താലേ നമുക്കത് കൂടുതൽ ജോലിയിലേക്കൊക്കെ ട്രാൻസ്ഫർ ആവുള്ളൂ. ഇപ്പൊ പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോലി കുറയുക തന്നെ ചെയ്യും. ഇറ്റ്സ് ഓൾ, അവരാണ് ദൈവം, പ്രേക്ഷകരാണ് ദൈവം. അപ്പോൾ അത് എല്ലാ സിനിമകളും കാണാൻ, അഭിപ്രായങ്ങൾ പറയാം, അതൊക്കെ തന്നെ. നമ്മൾ ഈ ഇന്റർവ്യൂവില് അധികം ബിയോണ്ട് പൂജ ആസ് ആൻ ആക്ടർ ആണ് കൂടുതലായിട്ട് സംസാരിച്ചത്. അതായത് ആളുകൾ സിനിമയിൽ നിൽക്കുന്ന നിങ്ങളെ ആളുകൾക്ക് അറിയാം, ഇപ്പൊ വേഷങ്ങളായാലും അറിയാം. പക്ഷെ ആളുകൾക്ക് എപ്പോഴും അവർക്ക് എന്താണ് ഈ ഒരു നമ്മൾ വിചാരിക്കുന്ന കാര്യത്തില് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത്. അൺകംഫർട്ടബിൾ ആക്കിയിട്ടില്ല. ഓക്കെയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ എപ്പോഴും എല്ലാ സ്ഥലത്തും പോയിട്ട് ഒരേ കാര്യം പറയുന്നതിനെക്കാട്ടിയും നല്ലല്ലേ ഇഷ്ടമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച്. താങ്ക് യു. ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടട്ടെ. ഇനിയും നമ്മൾ ഒരുപാട് ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ സ്ക്രീനിൽ പറ്റട്ടെ. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.